What a blessing to be in the presence of our Lord and Savior Jesus Christ today. I'm so blessed to be with Jesus family. We are one family because we are purchased by the same blood. And my brothers and sisters, this is the day that the Lord has made and we will rejoice. I don't know what problems you might be going through today. You might be having challenges, crises and worries in your life. But today I'm here to tell you that God has made this day for us to rejoice over every problem that we are facing today. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹീതമായ ഞായറാഴ്ചയിൽ ദൈവത്തിൻ്റെ വിശുദ്ധ സന്നിധിയിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ജീവിതയാത്രയിൽ പലപ്പോഴും നമുക്ക് മുന്നിലുള്ള വഴി വ്യക്തമാകണമെന്നില്ല. എന്ത് തീരുമാനമെടുക്കണം, ഏതു വഴിയിലൂടെ പോകണം എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. എന്നാൽ ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് വെളിച്ചവുമാകുന്നു. നമ്മുടെ ഭാവി മുഴുവൻ ഇന്ന് കാണിച്ചു തരണമെന്നില്ല, പക്ഷേ അടുത്ത ചുവട് എങ്ങനെ വയ്ക്കണമെന്ന് ദൈവം തൻ്റെ വചനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇരുട്ട് എത്രയുണ്ടായാലും ഒരു ചെറിയ വെളിച്ചം മതി ഒരു വഴി കാണിക്കുവാൻ. അതുപോലെ ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങളുണ്ടായാലും ദൈവവചനം നമ്മുടെ ഹൃദയത്തിന് ദിശ നൽകുന്നു. ഇന്ന് ഈ ആരാധനയിൽ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം. ദൈവം നമ്മോട് സംസാരിക്കട്ടെ, അവൻ്റെ വചനം നമ്മെ നയിക്കട്ടെ. നമ്മുടെ ജീവിതത്തിലെ അടുത്ത ചുവടുകൾ അവൻ്റെ കൈകളിൽ സമർപ്പിക്കാം. ഹൃദയം തുറന്ന് നമുക്ക് പറയാം, കർത്താവേ, എൻ്റെ വഴികൾ എനിക്ക് വ്യക്തമല്ലെങ്കിലും നിൻ്റെ വചനം എന്നെ നയിക്കട്ടെ. ഞാൻ നിൻ്റെ വഴിയിൽ നടക്കുവാൻ എന്നെ സഹായിക്കണമേ. ഇനി നമുക്ക് ഒരേ ഹൃദയത്തോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ വഴിയെ പ്രകാശിപ്പിക്കുന്ന ജീവനുള്ള ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന വിശുദ്ധനായ നന്ദി പറയുന്ന കർത്താവേ, കഴിഞ്ഞ ഒരാഴ്ച നീ ഞങ്ങളെ മനോഹരമായി നടത്തി അനുഗ്രഹിച്ചു പരിപാലിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഇനിയും നടത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതയാത്രയിലായിരിക്കുമ്പോൾ കർത്താവേ, അങ്ങ് ഞങ്ങളുടെ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ട വഴി കർത്താവ് നീ തുറന്ന് കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ അന്ധകാരങ്ങളെയും നീക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ വലിയ കൃപ കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. നീ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വഴികളെ അങ്ങ് നിരപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇന്നത്തെ വചന ശുശ്രൂഷയും ആരാധനയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് പരിപാലിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ കർത്താവേ, ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിനാരാധന, രാജാധിരാജാവിനാരാധന, എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാനങ്ങേയ്ക്കാരാധന. ഹാലേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ഓ ഹാലേ ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. അങ്ങേക്കു തുല്യനായി ആരുമില്ലേ, നീയല്ലാതെ വേറെ
പുതുവഴി ഒരുക്കി നീ കരുതുന്നവൻ, ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ, വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൻ ആരാധന, രാജാതിരാജാവിനാരാധന. എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ. പാടുന്നു ഞാൻ അങ്ങേയ്ക്കാരാധന. ചേർന്ന് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ അങ്ങേക്കു തുല്യൻ ആരുമില്ലേ, നീയല്ലാതെ വേറെ ദൈവമില്ല. നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിയിടുന്നു. നീ എൻ്റെ ദൈവം, എൻ പിതാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും, ആദ്യനും അന്ത്യനും ആൽഫയും ഓമേഗയും. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം യേശുവേ. ചേർന്നാദ്യനോ ആദ്യനോ അന്ത്യനോ ആൽഫയും ഓമേഗയും, ആദ്യനോ അന്ത്യനോ ആൽഫയും ഓമേഗയും.
തുറന്ന് എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ. 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയൻ, മാറത്തു പൊൻകച്ച കെട്ടിയും എൻ കൺകൾ തുറന്നു ഞാൻ കാണുന്നേ. 7 പൊൻവിളക്കിൻ നടുവിൽ നീലയങ്കി ധരിച്ച പ്രിയ, മാറത്തു പൊൻകച്ച കെട്ടിയും നീലയങ്കി ധരിച്ച പ്രിയ, മാറത്തു പൊൻകച്ച കെട്ടിയും ചേർന്നാദ്യനോ ഓ ആദ്യനോ അന്ത്യനോ ആൽഫയു ഓമേഗയു, ആദ്യനോ അന്ത്യനോ ആൽഫയു ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. ചേർന്ന് സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം. ചേർന്ന കരങ്ങളൊക്കെ ഉയർത്തി ആദ്യനോ അന്ത്യനോ ആദ്യനോ അന്ത്യനോ ആൽഫയു ഓമേഗയും, ആദ്യനോ അന്ത്യനോ ആൽഫയു ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. ഹിമം പോലെ തല മുടിയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ, പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. ഹീമം പോലെ തലമുടിയും അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളോ, പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. പെരുവെള്ളത്തിൻ നീരച്ചിൽ പോലെ പ്രിയൻ ശബ്ദം കാതിൽ മുഴങ്ങി. ചേർന്നാദ്യനും ഓ ആദ്യനും അന്ത്യനും ആൽഫയു ഓമേഗയും, ആദ്യനോ അന്ത്യനോ ആൽഫയു ഓമേഗയും, സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. സ്തുതികൾക്ക് യോഗ്യനേ അങ്ങു മാത്രം യേശുവേ. ചേർന്നാദ്യനോ അന്ത്യനോ ആദ്യനോ അന്ത്യനോ ആൽഫയു ഓമേഗയും, ആദ്യനോ അന്ത്യനോ
ചേർന്ന് എത്ര പേർക്ക് ഇന്ന് പകലിൽ പറയാൻ പറ്റും? സ്തുതികൾക്ക് യോഗ്യനേ, സ്തുതികൾ. ഓ രാമാന ശ്യാം ധാരാല ബാബ. യേശുവേ അങ്ങുമാ യോഗ്യനേ, യേശുവേ സ്തുതികൾക്ക് യോഗ്യനേ, യേശുവേ അങ്ങു മാത്രം. ചേർന്ന് സ്തുതികൾക്ക് സ്തുതികൾക്ക് കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യോഗ്യനേ, സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം, അങ്ങു മാത്രം. ജീസസ്, യു ആർ വർത്തി. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം, അങ്ങു മാത്രം. യേശുവേ. ചേർന്ന് ഒരിക്കൽ കൂടെ ആദ്യനോ, ഓ ആദ്യനോ അന്ത്യനോ ആൽഫയും ഓമേഗയും, ആദ്യനോ അന്ത്യനോ ആൽഫയും ഓമേഗയും. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം. യേശുവേ. സ്തുതികൾക്ക് സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം. യേശുവേ. സ്തുതികൾക്ക് സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം. യേശുവേ. ഇതുപോലെ എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ നീ യോഗ്യനാണ്, നീ ആരാധനയ്ക്ക് യോഗ്യനാണ്. യു ആർ വർത്തി ടു ബി പ്രൈസ്. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഒരിക്കൽ കൂടെ കരങ്ങളൊക്കെ ഉയർത്താൻ കഴിയുമെങ്കിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, കർത്താവേ നീ യോഗ്യൻ, കർത്താവേ നീ പരിശുദ്ധൻ, നീ ആരാധനയ്ക്ക് യോഗ്യൻ, അങ്ങ് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. നിത്യദൈവമായ ദൈവത്തെ, സത്യദൈവമായ ദൈവത്തെ, ഹോ ജീവിക്കുന്ന ദൈവത്തെ ഈ പകലിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങേ ആരാധിക്കുന്നു. യു ആർ വർത്തി ടു ബി പ്രൈസ്ഡ്. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം. ചേർന്ന് പറയാം ഒരിക്കൽ കൂടെ. ചേർന്ന ശബ്ദം ഉയർത്തി, കരങ്ങളൊക്കെ ഉയർത്തി. സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം. യേശുവേ. ഒരിക്കൽ കൂടെ ചേർന്ന് സ്തുതികൾക്ക് യോഗ്യനേ, അങ്ങു മാത്രം. യേശുവേ. കർത്താവേ, ഞങ്ങൾ ആരാധിക്കുന്നു. ഈ പകൽ ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുള്ളതിനായിട്ട് സ്തോത്രം. എല്ലാ മാനവും മഹത്വം പുകഴ്ചയും അങ്ങേക്ക് തരുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹമാർന്ന വിശുദ്ധ ദിവസത്തിനായി സ്തോത്രം ചെയ്യാം. സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമെന്നുള്ള വചനം പോലെ ഇന്ന് പകൽക്കാലവും ആരാധനയോടെ, സ്തോത്രത്തോടെ, സ്തുതിയോടും കൂടെ നമ്മെ നടത്തുന്ന, നമ്മെ പരിപാലിക്കുന്ന ആ കർത്താവിൻ്റെ നന്ദിയോടെ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാനെല്ലാം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഇന്ന് പകൽക്കാലം അനേകം വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാനുണ്ട്. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം പല പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി ലഭിച്ചുവെന്ന് കേൾപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏത് സമയത്തും ആ കൃപാസനത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുവാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഇന്ന് പകൽക്കാലം അനേകം വിഷയങ്ങൾ നമ്മുടെ പക്കലുണ്ട്. അതിൽ ചിലരുടെ പേരുകൾ പറഞ്ഞും അതിനോടൊപ്പമായിരിക്കുന്ന വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയങ്ങളുടെ മേലും അപ്പൻ്റെ കൃപ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണം കർത്താവെ. ഞങ്ങൾ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ യാചനകൾ, ഞങ്ങളുടെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം സമർപ്പിക്കുന്നു.
അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു, അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് വിടുവിച്ചു എന്നുള്ള വചനം പോലെ അപ്പ, അങ്ങ് കർത്താവെ അവർ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, പരിസ്ഥിതികളെല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് പകൽക്കാലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സകല വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ മറുപടി ഞങ്ങൾ കാണുവാൻ, കേൾപ്പാൻ, കർത്താവെ അതിൽ ഞങ്ങൾ ആനന്ദിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണം. അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ശാരീരിക ക്ലേശങ്ങളാൽ അനേകം പ്രിയപ്പെട്ടവർ ഭാരപ്പെടുന്നു. സിസ്റ്റർ വീണയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പൂർണ്ണ സൗഖ്യം, താനായിരിക്കുന്നതായ എല്ലാ ശാരീരിക ക്ലേശങ്ങളിൽ നിന്നും കർത്താവ് വിടുതൽ കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി സാലി വിനുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താനും ശാരീരിക ക്ലേശങ്ങളാൽ ഭാരപ്പെടുന്നു. എത്രയും പെട്ടെന്ന് കർത്താവ് സൗഖ്യം കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്ക് മറിയാമ്മ എന്ന ആൻറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ശാരീരികമായ പ്രയാസത്തിലായിരിക്കുന്നു. ആൻറ്റി വീഴുവാനിടയായി തീർന്നു. എത്രയും പെട്ടെന്ന് തന്നെ കർത്താവ് തനിക്ക് വന്നിരിക്കുന്ന എല്ലാ ഫ്രാക്ചറുകളിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഷെൽസി അബ്രഹാമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മകൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഓസ്ട്രേലിയയിലാണ്. പലവിധമായ ഇൻഫെക്ഷനുകളാലും അൾസർ എന്നുള്ളതായ പ്രയാസത്താൽ ഭാരപ്പെടുന്നു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. സഹോദരി സാറ അബ്രഹാമിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മകൻ വളരെ ഡിപ്രഷനിലായിരിക്കുന്നു. ഗ്ലാഡ്സൺ എന്നാണ് പേര്. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ എല്ലാ ടെൻഷനുകളും മാറി, ഡിപ്രഷനെല്ലാം മാറി, ഏത് പ്രയാസത്തിലാണ് താൻ ഭാരപ്പെടുന്നത്, കർത്താവ് തൻ്റെ ജീവിതത്തിൻ്റെ മേൽ ഒരു സ്വസ്ഥത കൊടുക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതോടൊപ്പം അനേകം മക്കൾ ആയിരിക്കുന്നതായ വിഷയങ്ങളെല്ലാം ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങൾ വഹിച്ചവനായ കർത്താവെ, അങ്ങയുടെ അടിപ്പിണരാലുള്ള സൗഖ്യം അങ്ങ് ഞങ്ങൾക്ക് കൽപ്പിച്ചിട്ടുണ്ടല്ലോ അപ്പ. ഇന്ന് പകൽക്കാലം പറയപ്പെട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെയും പേരുകൾ ഞങ്ങൾ സമർപ്പിച്ചു. കർത്താവെ, അവർ ആയിരിക്കുന്നതായ ശാരീരിക ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ഭാരങ്ങൾ എല്ലാം കർത്താവ് നീക്കി അവർക്ക് സൗഖ്യം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവ റാഫയായി അവിടെ നിന്ന് ഇറങ്ങണം കർത്താവെ. അനേകം മക്കൾ ശാരീരിക പ്രയാസങ്ങളായിരിക്കുന്നു, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ട്, നിരന്തരം കർത്താവ് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നവരുണ്ട് അപ്പ. അങ്ങനെ വിവിധ കർത്താവ് ശാരീരിക പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആയിരിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ വചനം അയച്ച് അവിടെ നിന്ന് വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് സൗഖ്യം കൽപ്പിച്ചിരിക്കുന്നതിനായി സ്തോത്രം. താതൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനേകം മക്കൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരൻ തമ്പി മാത്യുവിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മകൻ കാനഡയിലായിരിക്കുന്നു, നഴ്സിങ്ങിൻ്റെ കോഴ്സ് ചെയ്യുന്നു. അത് ഡിസംബറിൽ തീരും. അത് കഴിഞ്ഞ് ശരിയായ രീതിയിൽ തനിക്കൊരു ജോലി ലഭിക്കുവാനും തൻ്റെ ഭാവിയെല്ലാം ദൈവം അനുഗ്രഹമാക്കി കൊടുക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അപ്രകാരം തന്നെ നമുക്ക് ഇന്ന് പകൽക്കാലം അനേകം പ്രിയപ്പെട്ട അപ്പുദാസൻ എന്ന ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ മകൾ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. എത്രയും പെട്ടെന്ന് തന്നെ കർത്താവ് ഒരു ജോലി നൽകേണ്ടതിനായി പ്രാർത്ഥിക്കാം. ധന്യ എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് എഴുതി അറിയിച്ചിട്ടുണ്ട്. കർത്താവ് അതെല്ലാം ശരിയായ രീതിയിൽ അത് അറ്റൻഡ് ചെയ്യുവാനും നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. തോമസ് എന്ന ബ്രദറിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദുബൈയിലാണ്. കഴിഞ്ഞ ദിനങ്ങളിൽ തനിക്ക് ജോലി നഷ്ടപ്പെട്ടു. വേറൊരു ജോലി താൻ നോക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഒരു പ്രയാസവും കൂടാതെ കർത്താവ് തനിക്ക് നല്ലൊരു ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരെയും അതോടൊപ്പം തന്നെ അനേകം പേർ ജോലിയില്ലാതെ ഭാരപ്പെടുന്നു. അവരെ എല്ലാവരെയും വഹിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പറയപ്പെട്ടവരെല്ലാം അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അപ്പ. അങ്ങ് അവർക്ക് കർത്താവെ നല്ല ജോലികൾ നൽകി അനുഗ്രഹിക്കണം കർത്താവെ. അങ്ങയുടെ വഴികളെ അവിടുന്ന് തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വഴികൾ ഏറ്റവും ശ്രേഷ്ഠമുള്ളതായിരിക്കാലപ്പ. ഒരു മനുഷ്യൻ്റെ കണ്ണിലും കർത്താവെ കാണാത്തത്, ആരുടെ ഹൃദയത്തിലും തോന്നാത്തത്, ഞങ്ങൾ ഗ്രഹിക്കാത്തതെല്ലാം അപ്പ അങ്ങ് സകലവും ശരിയായ രീതിയിൽ ചെയ്യുന്ന ദൈവമാണല്ലോ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്കും സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത് തന്നെ എന്നുള്ള വചനം പോലെ കർത്താവെ, ഇന്ന് പകൽക്കാലം കർത്താവെ അങ്ങേ സ്നേഹിക്കുന്ന അങ്ങയുടെ പക്കൽ കർത്താവെ അവരുടെ വിഷയങ്ങളുമായി ഞങ്ങൾ വന്നിരിക്കുമ്പോൾ കർത്താവെ അങ്ങ് അവിടെ നിന്ന് അവർക്ക് വേണ്ടി സകലവും നന്മയ്ക്കാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ നിന്ന് വഴി തുറന്ന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. ഈ ദിനങ്ങളിൽ അനേകം കുഞ്ഞുങ്ങൾ എക്സാമിനേഷൻ എഴുതുന്ന കുഞ്ഞുങ്ങൾ പലരും നമുക്ക് എഴുതി അറിയിച്ചിട്ടുണ്ട്. അവരെയെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ എക്സാമിനേഷനൊന്നും ബുദ്ധിമുട്ട് കൂടാതെ അത് അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കാം. സഹോദരി ഗ്രേസി ജോസഫിൻ്റെ മകൾക്കായി പ്രാർത്ഥിക്കാം. MBBSൻ്റെ സെക്കൻഡ് ഇയർ എക്സാമിനേഷന് വേണ്ടി തയ്യാറാകുകയാണ്. നല്ല രീതിയിൽ അത് എഴുതുവാൻ കർത്താവ് സഹായിക്കാൻ പ്രാർത്ഥിക്കാം. വീണ എന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ
ലോയുടെ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി അതിൻ്റെ റിസൾട്ട് എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മുന്നോട്ട് അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റേതായ ശരിയായ കാര്യങ്ങളെല്ലാം, നല്ല അഡ്മിഷൻ ഇതെല്ലാം ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശ്രീദേവി എന്ന സഹോദരിയുടെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. PGയുടെ മെഡിസിൻ എക്സാമിനേഷന് വേണ്ടി താൻ ആഗ്രഹിക്കുന്നു. കർത്താവ് അതെല്ലാം ശരിയായ രീതിയിൽ തനിക്ക് എഴുതി നല്ലൊരു ഭാവി തനിക്ക് വേണ്ടി ലഭിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം അനേകം കുഞ്ഞുങ്ങൾ വരും ദിനങ്ങളിൽ PGയുടേതായ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടി തയ്യാറാകുന്നു. അതിനെല്ലാം അനുഗ്രഹമാർന്ന എല്ലാ കുഞ്ഞുങ്ങളും എഴുതുവാൻ കർത്താവ് അവർക്ക് ആവശ്യമായ ദൈവകൃപ കൊണ്ട് നിറയ്ക്കേണ്ടതിന് വേണ്ടി നമുക്ക് എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട്, എക്സാമിനേഷൻ എഴുതുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, മഹാകാരുണ്യവാനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എക്സാമിനേഷനായി തയ്യാറാകുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് അവർക്ക് ആവശ്യമായ ബുദ്ധി, ജ്ഞാനവും വിവേകവും കൊടുക്കണേ അപ്പ. അവർക്ക് ശാരീരികമായോ മാനസികമായോ ഒരുവിധമായ പ്രയാസങ്ങളോ ഭാരങ്ങളോ ഉണ്ടാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യമായ ബുദ്ധിയും ജ്ഞാനവും വിവേകവും അവർക്ക് കൊടുക്കണം. നല്ല ഓർമ്മശക്തി കൊടുക്കണം അപ്പ. അവർക്ക് പ്രയാസമെന്ന് തോന്നുന്നത് കർത്താവെ അങ്ങയുടെ പക്കൽ സമർപ്പിച്ചുകൊണ്ട് അത് കർത്താവെ പ്രാർത്ഥനയോട് അത് പഠിക്കുവാൻ ദൈവാത്മാവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ കുഞ്ഞുങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർ എക്സാമിനേഷനായി പോകുമ്പോൾ, ആ ഹാളിലായിരിക്കുമ്പോൾ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോഴെല്ലാം ദൈവമേ അങ്ങ് അവർക്ക് ആവശ്യമായ ബുദ്ധി തെളിയിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ എഴുതുവാൻ, അവരുടെ ഭാവിക്ക് മുന്നോട്ട് അത് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നിരാശപ്പെടുവാൻ കർത്താവ് സമ്മതിക്കല്ലേ. അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. അവിടെ നിന്ന് കർത്താവ് സഹായിക്കുന്നതിനായി സ്തോത്രം, വിടുവിക്കുന്നതിനായി സ്തോത്രം. താതൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന യാചനയും കേൾക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിനങ്ങളിലെല്ലാം നാം നമ്മുടെ ദേശത്തിന് വേണ്ടിയെല്ലാം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവ് തീർച്ചയായിട്ടും നമ്മുടെ ദേശത്തിന്, പ്രത്യേകിച്ചും കേരളത്തിൽ എല്ലാ കാര്യങ്ങളിലും കർത്താവ് സഹായിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനർത്ഥങ്ങൾ, ആപത്തിൽ നിന്നെല്ലാം നമ്മുടെ ദേശങ്ങളെ കർത്താവ് സൂക്ഷിക്കേണ്ടതിനായി മുന്നോട്ട് നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ ഏവരെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ചിറകിൻ മറവിൽ നമ്മെ സുരക്ഷിതമായി സൂക്ഷിക്കട്ടെ. ആമേൻ. Praise the Lord, 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 hallelujah. ദൈവത്തിന് സ്തോത്രം. സ്വർഗസ്ഥനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെയും എന്നെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ ചിന്താധാര, എൻ്റെ ശബ്ദം, എൻ്റെ ഭാഷ, എൻ്റെ ആലോചന മലയാളത്തിൽ കേട്ടോ, ഹിന്ദിയിൽ ദുരർത്ഥമാണ്. എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കട്ടെ. കേൾക്കുന്നവർക്ക് അത് ഇന്ന് കേൾക്കുന്നതായിരിക്കാം, ചിലപ്പോൾ 2, 3, 4, 5, 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം, ഞാൻ മരിച്ചതിന് ശേഷമായിരിക്കാം. ഒരു 50 വർഷം കൂടെ ഞാനങ്ങ് ജീവിച്ചിരിക്കുമെന്ന് വിചാരിച്ചാട്ടെ, അല്ലെങ്കിൽ 10 വർഷം, അല്ലെങ്കിൽ 5 വർഷം, ആർക്കറിയാം. അത് ദൈവത്തിൻ്റെ കാര്യത്തിലാണ്. എത്രയാണെങ്കിലും ഞാൻ തയ്യാറാണ് ജീവിച്ചിരിക്കാൻ. 175 വയസ്സ് വരെയാണ് അബ്രഹാം ജീവിച്ചത്. ഞാൻ അത്രയും നാൾ വേണമെങ്കിലും കർത്താവ് ശുശ്രൂഷ തന്നാൽ, മരിക്കുന്നതിൻ്റെ അന്ന് വരെ എന്തെങ്കിലും വേല തന്നാൽ ഞാൻ തയ്യാറാണ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ ഈ ജീസസ് ഫാമിലിയുടെ ആരാധനയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ജീസസ് ഫാമിലി ഇന്നത്തെ ആർക്കും വരാം. കാത്തലിക്സിന് വരാം, യാക്കോബക്കാർക്ക് വരാം, ഓർത്തഡോക്സുകാർക്ക് വരാം, മർത്തോമാക്കാർക്ക് വരാം, CSIക്കാർക്ക് വരാം, പെന്തിക്കോസുകാർക്ക് വരാം, ക്രിസ്ത്യാനികളല്ലാത്തവർക്ക് വരാം, ക്രിസ്തു വിരോധികൾക്ക് വരാം. ഞാൻ പ്രസംഗിക്കുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടുപിടിക്കാനും കയറുന്നവർ പലരുമുണ്ട്. നിങ്ങൾക്കും സ്വാഗതം പറയുകയാണ്. കർത്താവ് നിങ്ങളെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ഉദ്ധരണി പറഞ്ഞുകൊണ്ട്, ഒരു കൊട്ടേഷൻ പറഞ്ഞതുകൊണ്ട്, ഒരു കോട്ടബിൾ കോട്ട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സന്ദേശം ഇവിടെ ആരംഭിക്കുകയാണ്. നെപ്പോളിയൻ ബോണപ്പാർട്ട് ആരാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ ഒരു സുപ്രസിദ്ധ സെൻറ്റൻസ് കേട്ടാട്ടെ. Courage is not having the strength to go on, it is going on when you don't have the strength. മലയാളത്തിൽ പറഞ്ഞാൽ, മുൻപോട്ട് പോകാൻ ബലമില്ലാത്തതല്ല ധൈര്യക്കുറവ്, ബലമില്ലാത്തപ്പോഴും മുൻപോട്ട് തന്നെ പോകുന്നതാണ് ധൈര്യം. ബലമില്ലാത്തപ്പോഴും വളരെ അസാധാരണമായ ഒരു തുടർക്കഥയാണ്. അതെല്ലാം പറയുന്നതല്ലല്ലോ നമ്മുടെ വിഷയം, കൊട്ടേഷൻ മാത്രം ഉദ്ധരിക്കുകയാണ്. ഇതാ അടുത്ത സന്ദേശം ഇവിടെ തുടങ്ങുകയാണ്. എൻ്റെ വിഷയം എന്താണ്? അസാധാരണമായ ചിലത് നിങ്ങൾക്ക് സംഭവിക്കാം, അസാധാരണമായ പലത് നിങ്ങൾക്ക് സംഭവിക്കാം. എങ്ങനെ? അത് താഴെ പറയാം. പ്രാർത്ഥിച്ച്, ജീവിച്ച്, ദൈവത്തോട് ചോദിച്ച്, പിടിച്ചു വാങ്ങിച്ചിട്ടൊക്കെ സാധിക്കാം. നമുക്ക് 3 വിധത്തിൽ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചെടുക്കാം. ഒന്ന്, നമ്മൾ ചോദിക്കാതെ ദൈവം തരുന്നു. എവിടെയാണ് എഴുതിയിരിക്കുന്നത്? മത്തായി 6:8. നമ്മുടെ ആവശ്യം അറിഞ്ഞ് നമ്മൾ ചോദിക്കാതെ ദൈവം തരുന്നു, അല്ലേ? ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ഷർട്ട് കിട്ടുന്നു,
ഒരു സാരി കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു ചെരുപ്പ് കിട്ടുന്നു. ചോദിക്കാതെ കർത്താവ് തരുന്നു. ആഗ്രഹിക്കുമ്പോൾ മുമ്പേ നിങ്ങളുടെ വീട് നിറച്ച ആഹാരം ഉണ്ടായിരിക്കും, ചോദിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നിങ്ങളുടെ ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ട്, ചോദിക്കേണ്ടി വരുന്നില്ല. നിങ്ങളുടെ അലമാരിക്കകത്ത് തുണി, ഒരു ജൗളിക്കടയുടെ തുണി ആവശ്യത്തിനുണ്ടായിരിക്കും. ഇതൊക്കെ ചോദിക്കാതെ കിട്ടിയതാണ്. അപ്പോൾ ഒന്ന്, ചോദിക്കാതെ കിട്ടുന്നത്. ഞാൻ വായിക്കട്ടെ, മത്തായി 6:8. അവരോട് തുല്യരാകരുത്, നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുൻപേ, ചോദിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ. ആസ്ക് എന്നാ കേട്ടോ, ചോദിക്കുക. ഞാൻ എൻ്റെ മൂലഭാഷയിൽ നോക്കി, യാചിക്കുക, തെണ്ടുക എന്നൊന്നുമല്ല. പിന്നെയോ ചോദിക്കുക. അത് നമ്മുടെ രാജകീയ ഭാഷയിൽ എഴുതിയതാണ്, തെറ്റല്ലത് അല്ലേ? അപ്പോൾ നമ്മൾ ചോദിക്കുന്നത് നമ്മുടെ വീട് മുഴുവൻ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം. ചിലർ സുവിശേഷ വേല തുടങ്ങുമ്പോഴേ ഒരു മെഗാ ചർച്ച ആയിട്ടായിരിക്കും തുടങ്ങുന്നത്. ആദ്യം തുടങ്ങുമ്പോൾ 15 പേര്, അടുത്ത ആഴ്ച 25 പേര്, അടുത്ത ആഴ്ച 100 പേര്, അതിനാഴ്ച 200 പേര്, അതിനാഴ്ച 1000 പേര്, 2000 പേര്. ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒത്തിരി മെഗാ ചർച്ചുകളുണ്ട്. ചിലരുടെയൊക്കെ ചർച്ചിൻ്റെ അതിൻ്റെ വളർച്ച ഞങ്ങൾക്ക് അത്ഭുതമായിട്ട് തോന്നും. ഒരിക്കലും ഒരു ചർച്ച് ഞാൻ ആദ്യമായിട്ട് പോയി, ഞാനും ലില്ലിയും കൂടെ. ഞാൻ ചെന്നതിൻ്റെ അടുത്ത മാസം 1000 പേര് അവർക്ക് കൂടിയത്. ഒറ്റ ചർച്ചില്ല, 1000. അത് അക്രൈസ്തവരാ മുഴുവൻ അല്ലേ? അപ്പോൾ ചിലപ്പോൾ ചോദിക്കാതെ ദൈവം തരുന്നതുണ്ട്. ഹല്ലേലൂയ. 2, ചോദിക്കുമ്പോൾ തരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചോദിക്കാതെ നമുക്ക് കിട്ടിയ പലതുമുണ്ട്. പക്ഷേ അതിനകത്ത് എന്തെങ്കിലും ഒന്ന് കിട്ടിയിട്ടില്ല എങ്കിൽ നമ്മൾ ചോദിക്കണം. നമ്മൾ ദൈവത്തോട് ചോദിക്കണം. എവിടെ എഴുതിക്കുന്നു? മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. യാചിപ്പീൻ, ചോദിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പീൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു, മുട്ടുന്നു. എന്ന് വെച്ചാൽ ചോദിക്കണം, ധൈര്യമായിട്ട് ചോദിക്കണം. മക്കളെ തെണ്ടുമല്ല, കർത്താവേ ദയവ് തോന്നി എന്നോട് കരുണ തോന്നണമേ. ഞാൻ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് പട്ടാളത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്ക് പല സാധനങ്ങളും പട്ടാളത്തിൽ നിന്ന് പോകുമ്പം കൊണ്ടുപോകാൻ സമ്മതിക്കും. ഒന്നൊരു കൊച്ചു ഡെറി, ഒരു കിടക്കയുടെ അത്രയുള്ള ഒരു 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 പായയുടെ അത്രയുള്ള ഒരാൾക്ക് കിടക്കുന്നതാണ്. ഒരു ഡെറി, ഒരു കമ്പിളി, ഒരു കൊതുകുവല, പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒരു ഗംബൂട്ട്, പട്ടാളത്തിൽ നിന്ന് കിട്ടിയ ഒരെണ്ണമാണ്. ഒരു ഗംബൂട്ട്, പർവ്വതത്തിലൊക്കെ കയറാൻ സഹായിക്കുന്ന, അങ്ങനെ കുറേ സാധനങ്ങൾ. അത്രയേ ഉള്ളൂ, ബാക്കിയുള്ളൊന്നും കിട്ടത്തില്ല, ബാക്കിയൊക്കെ തിരിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഈ ഗംബൂട്ടും കൊണ്ടാണ് വന്നത്. ഗംബൂട്ട്, പർവ്വതത്തിലൊക്കെ കയറാൻ കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് നല്ല ഷൂസ്, നല്ല ഉറച്ച ഷൂസ്. ഞാൻ പർവ്വതത്തിൽ പോയിട്ട് വന്നപ്പോൾ എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് നോക്കിയപ്പോഴാണ് എൻ്റെ ആ ഷൂസിൻ്റെ ഒരെണ്ണത്തിൻ്റെ ആ ബാക്ക് അത് പൊട്ടിപ്പോയി, കയറിപ്പോയി. ഞാൻ ഇങ്ങനെ എടുത്തു വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെയൊക്കെ പറഞ്ഞു, കർത്താവേ, ഞാൻ പട്ടാളത്തിലായിരുന്നെങ്കിൽ ഇതങ്ങോട്ട് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് ഒരെണ്ണം പുതിയത് കിട്ടുമായിരുന്നു. ഞാൻ നിൻ്റെ ദാസനല്ലയോ, ഞാൻ നിൻ്റെ വേലക്കാരനല്ലയോ. ഇനി ഞാൻ അടുത്ത പ്രാവശ്യം പർവ്വതത്തോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യും? വേറൊരു ക്യാൻവാസ് ഷൂസ് വാങ്ങിക്കാനുള്ള പൈസ എൻ്റെ ഇല്ല. എന്നോട് കരുണ കാണിച്ചു. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞു, നോക്കിയേ, നീ വേലക്കാരനല്ല, നീ എൻ്റെ മകനാണ്, ചോദിച്ചാൽ മതി. അതിൻ്റെ അടുത്ത ദിവസമോ എയർഫോഴ്സിലെ ഓഫീസറായിരുന്ന കോശി, അബ്രഹാം കോശി, അബി, അദ്ദേഹമുണ്ട്, ചെങ്ങന്നൂരുണ്ട്. അദ്ദേഹം എന്നെ കാണാൻ വന്നു വെച്ച് പറഞ്ഞു, വർഗീസ് ബ്രദറെ, നമ്മുടെ ഇന്ത്യ കൊണ്ട് ബാറ്റ കമ്പനിക്കാർ കുറച്ച് നല്ല 1-ാം തരം ക്യാൻവാസ് ഷൂസ് റഷ്യയിലേക്ക് അയച്ചു. പക്ഷേ അവരത് റിജക്റ്റ് ചെയ്തു. ഏതാണ്ടൊരു തകരാറ് കണ്ടപ്പോഴത്തേക്ക് റിജക്റ്റ് ചെയ്തു. ഇവിടെ വിട്ടിട്ടുണ്ട്. ഏകദേശം അന്നത്തെ കാലത്ത് 50 രൂപയുടെ വിലയുള്ള ഷൂസ് 18 രൂപയ്ക്ക് കിട്ടുന്ന ഞാൻ ഒരെണ്ണം വാങ്ങിക്കാവുന്നതാണ്. കട്രായിലുണ്ട്. കാരണം കട്രായിൽ അമ്പലത്തിൽ പോകുന്നവരൊക്കെ ഈ ക്യാൻവാസ് ഷൂസും കൊണ്ടാണ് പോകുന്നത്. പറഞ്ഞു വന്നാട്ടെ. അദ്ദേഹം എന്നെ കൊണ്ടുപോയി, അദ്ദേഹം ഒരെണ്ണം വാങ്ങിച്ച് എനിക്ക് ഒരെണ്ണം വാങ്ങിച്ചു തന്നു. നല്ല 1-ാം തരം കമ്പോട്ട്. ഞാൻ നോക്കിയിട്ട് അതിനകത്ത് തകരാറൊന്നും കണ്ടില്ല. റഷ്യക്കാരെ ഏതാണ്ട് ചിലപ്പോൾ 1-2 എവിടെയെങ്കിലും കണ്ടതായിരിക്കാം. നിനക്ക് വേണ്ടി കരുതുന്നവനായ ദൈവം. അപ്പോൾ ചോദിക്കണം. എങ്ങനെ ചോദിക്കണം? തെണ്ടി ചോദിക്കുകയല്ല, മക്കളെങ്കിൽ അവകാശികൾ. കർത്താവേ, എനിക്കൊരു ഷൂസ് വേണം. കർത്താവേ, എനിക്കൊരു പേന വേണം. കർത്താവേ, എനിക്കൊരു ഷർട്ട് വേണം. കർത്താവേ, എനിക്കൊരു നന്മ വേണം. ദൈവത്തോട് ധൈര്യത്തോടെ ചോദിക്കണം. ചോദിക്കുമ്പോൾ കിട്ടും. ഞാൻ ചോദിച്ചു, എനിക്ക് കിട്ടി. ഇല്ലാതെ തരുന്നു, ചോദിക്കാതെ കിട്ടുന്നു, ചോദിക്കുമ്പോഴേ കിട്ടുന്നു. 3, എന്നിട്ടും ലഭിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചോദിച്ചിട്ടും കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഹല്ലേലൂയ. ദൈവ ഇഷ്ടമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഉറപ്പില്ലാത്തൊന്നുമല്ല അല്ലേ? എനിക്കൊരു പ്ലെയിൻ വേണം, എയറോപ്ലെയിൻ വേണോ? എനിക്കൊരു വലിയൊരു BMW കാറ് വേണോ? ദൈവത്തിന് തരണമെന്ന് ഉറപ്പാണെങ്കിൽ ഹല്ലേലൂയ എന്തു ചെയ്യണം?
ധൈര്യത്തോടെ ചോദിക്കണം. എവിടെ എഴുതിയിരിക്കുന്നു? 11-ാം അധ്യായം. ഇതെല്ലാം ഒന്നിനു ശേഷം ഒന്ന് യേശു ക്രിസ്തു പറഞ്ഞതാണ്. 11-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം വായിക്കട്ടെ. 11:12. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ മുതൽ ഇന്നേ വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു. ഒന്ന് കാണാതെ പഠിക്കണം ഇത്. യോഹന്നാൻ സ്നാപകൻ്റെ നാളുകൾ ഇന്നേ വരെ സ്വർഗരാജ്യം ബലയോഗത്തിന് വിധേയമായിരിക്കുന്നു. ബലവാന്മാർ അതിനെ പിടിച്ചടക്കുന്നു. നമ്മൾ ധൈര്യത്തോടെ ചോദിച്ചു വാങ്ങി തന്നേ ഒക്കത്തുള്ളൂ. എൻ്റെ ഭർത്താവിനെ തന്നേ ഒക്കത്തുള്ളൂ. എൻ്റെ മോനെ തന്നേ ഒക്കത്തുള്ളൂ. എൻ്റെ ഭാര്യ എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. എനിക്കൊരു വീട് തന്നേ ഒക്കത്തുള്ളൂ. എൻ്റെ മോക്ക് ജോലി കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. എൻ്റെ മരുമോക്കൊരു കുഞ്ഞിനെ കൊടുത്തേ ഒക്കത്തുള്ളൂ. എനിക്ക് കുറച്ച് ആത്മാക്കൾ കൂടെ തന്നേ ഒക്കത്തുള്ളൂ. എൻ്റെ കുഞ്ഞുങ്ങളുടെ പരീക്ഷയാണ്, പരീക്ഷയ്ക്ക് ഫീസ് അടയ്ക്കാനുള്ള നിവൃത്തിയില്ല, തന്നേ ഒക്കത്തുള്ളൂ. ബലത്തോടെ ചോദിച്ചു വാങ്ങിക്കണം. എത്ര ഉദാഹരണം പറയണം, പലതും ഓർമ്മ വരുന്നു. എൻ്റെ കുഞ്ഞുങ്ങൾ ഒരിക്കൽ സ്കൂളിൽ പോയിട്ട്, ഞങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഞങ്ങൾ പഞ്ചാബിലാണ്. അവർക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് അവർക്ക് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ ഫീസ് കൊടുക്കണം, പുസ്തകങ്ങളെല്ലാം വാങ്ങിക്കണം. അതിന് വേണ്ടി മാറ്റി വെക്കാനൊക്കത്തില്ല. 1-2 ദിവസമേ ഉള്ളൂ, അതിന് പോയിട്ട് വാങ്ങിക്കണം. ഫീസും കൊടുത്തിട്ട് പുസ്തകങ്ങളെല്ലാം വാങ്ങിക്കണം. 3 കുഞ്ഞുങ്ങൾക്ക് വലിയൊരു തുകയാണ്. എൻ്റെ കയ്യിലില്ല. അന്ന് 3 കുഞ്ഞുങ്ങൾ ആ സ്കൂളിൽ പോകുന്നത്. മൊത്തം 4 കുഞ്ഞുങ്ങളാണ്. 5ാമത്തെ നമ്മൾ പിന്നീടാണ് ഉണ്ടായത്. ഞാൻ ദൈവത്തിൻ്റെയൊക്കെ പ്രാർത്ഥിച്ചു, ഒരു നിവൃത്തിയില്ല, കിട്ടുന്നില്ല. ഒരു ദിവസം പ്രാർത്ഥിച്ചു, ഞാൻ ഇല്ലും കൂടെ പ്രാർത്ഥിച്ചു, 3 ദിവസം പ്രാർത്ഥിച്ചു, 4 ദിവസം പ്രാർത്ഥിച്ചു, കിട്ടുന്നില്ല. അവസാനം വന്നു കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ് ഞാനൊരു തോല് വിരിച്ചു. ഗിദെയോൻ തോല് വിരിച്ചത് കേട്ടിട്ടുണ്ടല്ലേ? ഞാനൊരു തോല് വിരിച്ചു. കർത്താവേ, ഞാൻ എത്ര രൂപ വേണമെന്ന് ഞാൻ ആലോചിച്ചു. 7000 ചില്ലുവാൻ രൂപ വേണം. ഞാൻ 700 ചില്ലുവാനും രൂപ അഡ്വാൻസായിട്ട് ദശാംശം കൊടുത്തു. വേദപുസ്തകത്തിൽ വാക്യമില്ല കേട്ടോ. ഞാൻ വിശ്വാസത്തിലൊരു പരീക്ഷണം നടത്തിയാണ്. ഞാൻ പറയുന്നില്ല ഇത് എപ്പോഴും ഒരിക്കലേ ചെയ്തുള്ളൂ. എൻ്റെ വിചാരം ഒരിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ അഡ്വാൻസായിട്ട് കൊടുത്തു പറഞ്ഞു, കർത്താവേ തന്നേ ഒക്കത്തുള്ളൂ. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടണം. പിന്നീട് 1 മാസം കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, 2 മാസം കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു നല്ലൊരു കത്തോലിക്ക സ്കൂളായിരുന്നു. ഒരിക്കലും എൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു നിർത്തിയിട്ടില്ല. ഒരിക്കലും അവരുടെ ടിഫിൻ ബോക്സ് പിടിച്ചു വെച്ചിട്ടില്ല. ഒരിക്കലും ഡയറിക്കകത്ത് എഴുതി കൊടുത്തയച്ചിട്ടില്ല. അവർക്കറിയാമായിരുന്നു ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഉപദേശിയാണ്, ഞാനൊരു കാരിസ്മാറ്റിക് ഉപദേശിയാണ്. ഞാൻ നിങ്ങളുടെ ഫീസ് എത്ര ആയാലും തന്നിരിക്കും തീർച്ചയായിട്ടും. പക്ഷേ അവർക്കെന്നെ അറിയാം. അതുകൊണ്ട് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ അഡ്വാൻസായിട്ട് ടൈത്ത് കൊടുത്തു. എനിക്ക് 7000 രൂപ ഒരാൾ അയച്ചു തന്നു. 7000 രൂപ പല പ്രാവശ്യം. അപ്പോൾ നമ്മൾ പിടിച്ചെടുക്കാനും പഠിക്കണം ഏതെങ്കിലുമൊക്കെ വിധത്തിൽ. വേറൊരു ഉദാഹരണം കൂടെ പറയാം, എങ്കിലേ ശരിയാകത്തുള്ളൂ. ഞാൻ എൻ്റെ മൂത്ത മോൻ്റെ കല്യാണം നടക്കുന്നത് എറണാകുളത്ത് വെച്ചാണ്. മൂത്ത മോൻ്റെ കല്യാണം ഗുജറാത്തിൽ വെച്ച് നടന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 2ാമത്തെ കല്യാണം എൻ്റെ ഏറ്റവും മൂത്ത മോൻ്റെ കല്യാണം. ഞങ്ങളെല്ലാവരും കുടുംബമായിട്ടിരുന്ന് ആലോചിച്ചു എത്ര രൂപയാകും ചിലവ്, കണക്ക് കൂട്ടി. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കയ്യിലുള്ള പഴയ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട്, പഴയതെന്ന് പറഞ്ഞാൽ പഴയതല്ല, നല്ല ഡ്രസ്സുകൾ ഇട്ടുകൊണ്ട് പോയാൽ മതി എന്ന് തീരുമാനിച്ചു. പക്ഷേ അവന് ഡ്രസ്സ് എടുക്കണം, മണവാളനല്ലേ, അവന് ഡ്രസ്സ് എടുക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ വണ്ടിക്കൂലി വേണം. പിന്നെ തിരിച്ചു വരാൻ വണ്ടി കൊടുക്കും. സ്ലീപ്പർ കോച്ചിനകത്താണേലും ഞങ്ങൾ 8-10 പേര് പോകുമ്പം 5 മക്കളും ഞങ്ങൾ 7 പേര് പോകുമ്പം അതിന് വണ്ടിക്കൂലി, തിരിച്ചു വരാനുള്ള വണ്ടിക്കൂലി. അന്ന് ഞങ്ങൾക്ക് താമസിക്കാൻ മറ്റു വീടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെന്നിട്ട് എറണാകുളത്ത് മത്തായി ബ്രദറിൻ്റെ അവിടെ താമസിക്കുന്നത്. വാടക കൊടുക്കണ്ട, ആഹാരം ഫ്രീ ആണ്. പക്ഷേ കല്യാണത്തിന് ഹാള് ബുക്ക് ചെയ്യണം, പിന്നെ അതിന് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ പൈസ വേണം. ഞങ്ങളൊരു 100 പേരെയാണ് ഉദ്ദേശിച്ചത് വിളിക്കാനായിട്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അവരുടെ കുടുംബത്തിൽ ഞാൻ ചിലവ് കുറച്ച് കല്യാണം നടത്തുന്ന കൂട്ടത്തിലാണ്. എന്തുമായാലും 100 പേർക്ക് ആഹാരം എല്ലാം കൂടെ കണക്ക് കൂട്ടിയപ്പോൾ ഏകദേശം 60,000 രൂപ വേണം. ഞങ്ങളൊക്കെ അറിഞ്ഞു ഇച്ചിരി രൂപ കൂടുതൽ പറയണം. അതുകൊണ്ട് 80,000 രൂപ. ഞാൻ പറഞ്ഞു, അല്ല 80,000 അല്ല, കുറച്ചുകൂടെ കൂടുതൽ ചോദിക്കാം അല്ലേ. അത് കഴിഞ്ഞിട്ട് മണവാളിനും മണവാട്ടിയൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴേ കുറച്ച് രൂപയൊക്കെ കൊടുക്കണ്ട, എല്ലാം കൂടെ. പറഞ്ഞു 1,00,000 രൂപ ചോദിക്കാൻ പോവാം. ഞങ്ങൾ കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ 1,00,000 രൂപ തരണം. സ്വർഗസ്ഥനായ ദൈവം എന്നോട് പ്രാർത്ഥിക്കുന്നു, 1,00,000 രൂപ തരണം. പ്രാർത്ഥിച്ചു വന്നു കഴിഞ്ഞ് ഞാൻ ഒരു ദിവസം പിന്നെയും തോല് വിരിച്ചു. എന്താ പറഞ്ഞു, കർത്താവെ ഒരാൾ തരണം. ആരെങ്കിലും ആൺപിള്ളേരുടെ മക്കളുടെ കല്യാണത്തിന് രൂപ ഉപദേശമാർക്ക് കൊടുക്കും? ഇല്ല. പെമ്മക്കളുടെ ആണെങ്കിൽ പിന്നെയും കൊടുക്കും, മക്കൾ കൊടുക്കത്തില്ല. പെമ്മക്കൾക്കും തരണമെന്ന് ആരോടും പറഞ്ഞില്ല. കല്യാണക്കുറി അയച്ചപ്പോഴും പറഞ്ഞത് നിങ്ങളുടെ പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും വാങ്ങിക്കത്തില്ല. കാരണം ബാക്കിയെല്ലാം നേരത്തെ ഞാൻ പ്രാർത്ഥിച്ച ദൈവത്തിന് വാങ്ങിച്ചു വെച്ചിരുന്നു. ഇത് ഉണ്ടാകില്ല, മോന് വേണ്ടി പ്രാർത്ഥിച്ചു, കർത്താവെ ഒരാൾ തരണം. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ
പ്രാർത്ഥിച്ചു. പിന്നെ എൻ്റെ തോലങ്ങ് വിശാലമാക്കി. കർത്താവ് ഒരു മലയാളി തരണം. 1,00,000 രൂപ അന്നത്തെ കാലത്ത് തരുന്ന മലയാളികൾ ഇല്ലായിരുന്നു, ഞങ്ങൾക്ക് ആരുമില്ലായിരുന്നു. പക്ഷെ ഞാനങ്ങ് വാശിയോടെ പ്രാർത്ഥിച്ചു, പിടിച്ചു വാങ്ങിക്കാൻ പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ പോയി. എൻ്റെ മോൻ 6 മാസം സിംഗപ്പൂരിലൊരു ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. പീറ്റർ കോങ് അദ്ദേഹത്തിൻ്റെ ബൈബിൾ കോളേജിൽ പഠിച്ചാണ്. ഞാൻ അദ്ദേഹത്തിന് സഭയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം എനിക്ക് 1,00,000 രൂപ തന്നു. തന്നുവെച്ച് പറഞ്ഞു, ഇത് കയ്യിലിരിക്കട്ടെ, എന്തോത്തിന് വേണമെങ്കിലും ചിലവാക്കിക്കോ. അബിയുടെ കല്യാണമല്ലയോ, വേണമെങ്കിൽ അതിനെയും ചിലവാക്കിക്കോ. എൻ്റെ മനസ്സിനകത്തൊരു സന്തോഷം. പെട്ടെന്ന് ഞാൻ പറഞ്ഞു, അല്ല, ഒരു മലയാളി തരണമെന്നാണ് പറഞ്ഞു. ഞാനതെടുക്കാതെ ഞാനതെൻ്റെ സംഘടനയിൽ സുവിശേഷ വിലക്കിട്ടു. വീട്ടിൽ വന്നു വെച്ച് പ്രാർത്ഥിച്ച്, കർത്താവേ, ഇത് സംഘടനയിൽ ഇടുകയാണ്, ഒരാൾ തരണം, ഒരു മലയാളി തരണം. ഇമ്പോസിബിൾ. ഞാൻ ഒറീസയിൽ പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നേടാ, കല്യാണത്തിന് ഇനി 5-8-10 ദിവസം കൂടെ ഉള്ളൂ. ഞാനിതങ്ങ് മറന്നുപോയായിരുന്നു. ദിവസമൊക്കെ ഓർമ്മ ഉണ്ടെങ്കിൽ ഈ 1,00,000 രൂപയുടെ കാര്യം അങ്ങ് മറന്നുപോയാൽ. ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, 1,00,000 രൂപ അയ്യോ തന്നേ ഒക്കത്തുള്ളൂ. ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടില്ല, അയ്യോ അവിടെ ഹാള് ബുക്ക് ചെയ്തിട്ടില്ല, കർത്താവെ ഡെക്കറേറ്റ് ചെയ്യുന്നവർക്ക് രൂപ കൊടുത്തിട്ടില്ല, കർത്താവെ ഇതെല്ലാം കൂടെ തരണം, 1,00,000 രൂപ നീ തരണം, ഒരാളിൽ കൂടെ തരണം, മലയാളി കൂടെ തരണം. ഞാൻ അവിടുന്ന് ഒറീസയിൽ നിന്ന് ബസ്സിനകത്ത് ബിലാസ്പൂർ മധ്യപ്രദേശിലേക്ക് പോവുകയാണ്. വണ്ടിക്കകത്ത് ഞാൻ ഉറങ്ങില്ല, എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ ഉറക്കം വരുന്നേ. എഴുന്നേൽത്ത് പ്രാർത്ഥിക്കാൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. 1,00,000 രൂപ ഒരാളിൽ കൂടെ മലയാളി കൂടെ തരണം യേശുവിൻ്റെ നാമത്തിൽ. ഞാൻ ബിലാസ്പൂരിൽ പ്രസംഗിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്നു. അന്ന് ഞാൻ ഈ ഓഫീസിൻ്റെ താഴത്തെ നിലയിൽ താമസിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ. വന്നു കഴിയുമ്പോൾ ഞാൻ ഓഫീസിലോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു എഴുത്ത് കിടപ്പുണ്ട്. ഒരു മലയാളി അയച്ചതാണ്. അതിനകത്ത് എഴുതുന്നു, മോൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞു, എന്നെ വിളിച്ചില്ലെങ്കിലും ഞാൻ 50,000 രൂപ അയക്കുന്നു, മോൻ്റെ കല്യാണത്തിന് ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, ഞാൻ 1,00,000 ചോദിച്ചത്, പക്ഷേ എനിക്ക് ആളിനെ അറിയാം. ഞാൻ പറഞ്ഞു, കർത്താവേ, തോമസിനോട് പറയല്ലേ കർത്താവേ, എനിക്ക് അദ്ദേഹത്തെ അറിയാം. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊരു കുഞ്ഞുണ്ടായതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മയും അപ്പനും പോയി അതിൻ്റെ വണ്ടി കൂലി കൊടുത്തു, എയർ ടിക്കറ്റ് കൊടുത്തു. അത് കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയെ പൈസ ഇല്ല. ഞാൻ പറഞ്ഞു, കർത്താവ്, ഞാൻ പറഞ്ഞു തിരിച്ചെടുക്കുന്നു. ഈ മനുഷ്യനോട് ഇനിയും ചോദിക്കരുത്, വേറെ ആരെങ്കിലും ഒരാളിനോട് തരണമേ, പക്ഷേ ഇയാളോട് പറയല്ലേ കർത്താവേ, ഇടയിൽ ഇല്ലല്ലോ പൈസ കർത്താവേ, അതുകൊണ്ട് എനിക്ക് 50,000 രൂപ തരണം. ഞാൻ ഇവിടുന്ന് യാത്ര തിരിക്കുന്നതിന് മുമ്പ് 50,000 രൂപ കിട്ടി. അദ്ദേഹത്തിൻ്റെ തന്നെ എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം തോന്നി ഒരു 50,000 രൂപ ഇവിടെ അയക്കണമെന്ന്. ഞാൻ വേറൊരാളിനോട്, എൻ്റെ കസിൻ ബ്രദറിനോടുകൂടെ കടം വാങ്ങിച്ചിട്ട് അയക്കുകയാണ്. ഇവിടെ വരാൻ സമയമില്ല, അതുകൊണ്ട് കല്യാണത്തിന് എൻ്റെ ഭാര്യ വരും. അവിടെ കല്യാണ പന്തലിൽ വെച്ച കല്യാണത്തിൻ്റെ ഹാളിൽ വെച്ച് 50,000 രൂപ തരും. 1,00,000 രൂപ ഒരാൾ തന്നു. പിടിച്ചു വാങ്ങിക്കാനും പഠിക്കണം. ദൈവത്തിന് ഇഷ്ടം. എൻ്റെ മോൻ്റെ കല്യാണം നടക്കുമെന്നുള്ളത് ദൈവത്തിൻ്റെ ഇഷ്ടമല്ലയോ? ആണ്, ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്നറിഞ്ഞാൽ, ഞാൻ പറഞ്ഞാൽ അബദ്ധം കാണിക്കരുത്, അല്ലേ അടുത്ത ഒരാളുടെ പുരയിടം വിൽക്കാൻ കിടക്കുന്നു, അത് ചോദിക്കാം. പക്ഷേ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇതുപോലെ ചോദിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം ചോദിക്കണം. 3 വിധത്തിൽ ചോദിക്കാം, ലഭിക്കും. 1, ചോദിക്കാതെ ലഭിക്കുന്നു. 2, കാര്യമായിട്ട് ചോദിച്ച് വാങ്ങിക്കുന്നു, തന്നേ ഒക്കത്തുള്ളൂ. 3, ഹല്ലേലൂയ, അവൻ നിന്ന് പിടിച്ചെടുക്കുന്നു. കേട്ടോ, ഹല്ലേലൂയ. പക്ഷേ ഇതിന് തരുന്നവനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ചോദിക്കാനായിട്ട്. ഇപ്പോൾ യേശു പറഞ്ഞില്ലയോ, യേശു ക്രിസ്തു പറഞ്ഞിട്ടില്ലയോ, അതുകൊണ്ട് ഞാനും ചോദിക്കുക, കർത്താവ്, എൻ്റെ ഭാര്യ ഇന്നലെ അടിച്ചെങ്കിലും അങ്ങ് ക്ഷമിച്ചും വെച്ച് തരണേ. അവനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം, അല്ലേ? അന്യഭാഷ പറഞ്ഞും വെച്ച് തെറി പറഞ്ഞാൽ, അന്യഭാഷ പറഞ്ഞും വെച്ച് ഭർത്താവുമായിട്ട് വഴക്കല്ലെങ്കിൽ ഭാര്യയുമായിട്ട് വഴക്കുണ്ടായിട്ടില്ല, അമ്മയും അപ്പനുമായിട്ട് വഴക്കുണ്ടായി കഴിഞ്ഞും വെച്ച് പരീക്ഷയ്ക്ക് പോയി എഴുതുമ്പം ഫസ്റ്റ് ക്ലാസ് തരണമെന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിനക്കും അവനുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കണം. ഞാൻ പണ്ടൊരിക്കൽ പറഞ്ഞൊരു ഉദാഹരണമാണ്. എൻ്റെ പപ്പായെ നാട്ടുകാരെല്ലാവരും ആദ്യം പാപ്പി സാറെന്ന് വിളിച്ചുകൊണ്ടിരുന്നു. പ്രായമൊക്കെ കഴിഞ്ഞപ്പോൾ പപ്പായെ എല്ലാവരും ഒത്തിരി പേരും പപ്പ എന്ന് വിളിക്കാൻ തുടങ്ങി, ഒത്തിരി പേര് വിളിക്കാൻ തുടങ്ങി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അസംബ്ലി സോഡിലെ പപ്പ പിക്കൊണ്ടിരുന്നത്. അസംബ്ലി സോഡുകാരുടെ പുനലൂരിലെ ജനറൽ കൺവെൻഷന് പപ്പ അവിടെ ഇരിക്കുമ്പോൾ അവിടുന്ന് പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരാൾ പറഞ്ഞു, ഇപ്പോൾ പാണയത്തുനിന്ന് വന്ന സഭയ്ക്ക് വേണ്ടി നമ്മുടെ അപ്പച്ചൻ, പാപ്പി സാറപ്പച്ചൻ, പപ്പ എഴുന്നേറ്റ് സാക്ഷ്യം പറയും. സഭക്കാരും വിളിച്ചത് പപ്പ എന്ന്, എല്ലാവരും വിളിച്ചത് പപ്പ എന്ന്, ഒത്തിരി പേരും വിളിച്ചത് പപ്പ എന്നാണ്. പക്ഷെ പപ്പ മരിച്ചപ്പോൾ സ്വത്ത് ആർക്ക് കൊടുത്തെന്നറിയാമോ? പപ്പ എന്ന് വിളിച്ചവർക്ക് ആർക്കും കൊടുത്തില്ല. പിന്നെ ആർക്ക് കൊടുത്തു? പപ്പായിൽ നിന്ന് ജനിച്ച മക്കൾക്കാണ് കൊടുത്തത്. പെമ്മക്ക് കൊടുക്കാനുള്ളത് പെമ്മക്ക് കൊടുത്തു, ആ മക്ക കൊടുത്താനുള്ളത് കൊടുത്തു. ഹല്ലേലൂയ. നിനക്ക് യേശുവിൻ്റെ ഒരു വ്യക്തം ഉണ്ടായിരിക്കണം.
യേശുവിൻ്റെ ചോരയുടെ മണമുണ്ടായിരിക്കണം. യേശുവിൻ്റെ DNA നിനക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. പുതിയ നിയമത്തിനകത്ത് വിശ്വാസം അധികം യേശു ക്രിസ്തുവിൻ്റെ രക്തമുണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് ദൈവത്തിൽ നിന്ന് പിടിച്ചു വാങ്ങിക്കാനുള്ള അവകാശമുണ്ട്. നിൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം, നിൻ്റെ മക്കളുടെ വിവാഹം, നിനക്കൊരു വീട്, നിനക്ക് ആവശ്യത്തിനൊരു വാഹനം, ഇതെല്ലാം തരാൻ കർത്താവിന് കഴിയും. ചോദിച്ചു വാങ്ങിക്കാനൊക്കെ അല്ലേ? ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇന്ന് ചോദിക്കുമ്പോൾ കിട്ടണമെന്നില്ല. ബന്ധം ഉണ്ടായി വരുമ്പോൾ ഞാൻ നടന്നു പോയവനാണ്. വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കത്തില്ല, 46 കിലോമീറ്റർ ഞാൻ നടന്നിട്ടുണ്ട്. വണ്ടിക്കൂലി ഇല്ലാഞ്ഞിട്ട് 2 രൂപ, അന്നത്തെ കാലത്ത് 2 രൂപ, 46 കിലോമീറ്റർ ഞാൻ നടന്നു പോയവനാണ്, നഗറോട്ടായിൽ നിന്നും കട്രായി വരെ. പക്ഷേ സ്വർഗസ്ഥനായ ദൈവത്തിന് സമയം തോന്നിയ സമയം, എത്രയോ വർഷങ്ങൾക്ക് ശേഷം, 10-12 വർഷത്തിന് ശേഷം, അതിനുശേഷം കർത്താവ് ഒരാളിൻ്റെ ഒരു മോട്ടോർ സൈക്കിൾ എനിക്ക് തരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു പഴയ ജീപ്പ് തന്നു. അത് കഴിഞ്ഞിട്ടൊരു 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഒരു പുതിയ വണ്ടി തന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, ദൈവത്തിനൊരു സമയമുണ്ട്. നീയും അവനുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ നീ ചോദിക്കാതെ തരുന്നു, ചോദിക്കുമ്പം തരുന്നു, ചിലത് നിനക്ക് പിടിച്ചു വാങ്ങിക്കാനും സാധിക്കും. ഇന്ന് ഞാൻ ഒരാളിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് പോകാം. ആരെപ്പറ്റിയാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. പുറപ്പാട് പുസ്തകം മുഴുവൻ മോശയുടെ കഥയാണ്. 2-ാം അധ്യായത്തിൽ മുതൽ മോശയുടെ കഥയാണ്. മോശയുടെ കഥ മോശ പിടിക്കുകയാണ്. 1-ാമത്തെ വാക്യം വായിക്കട്ടെ. മോശ മിദ്യാനിലെ പുരോഹിതനും തൻ്റെ അമ്മായിയപ്പനുമായി യിത്രോവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടുചെന്നു. ഇത് വായിക്കുന്ന പലരും ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്ത് മോശയ്ക്ക് സ്വന്തമായിട്ട് സ്വത്തില്ലായിരുന്നു. ആര് പറഞ്ഞില്ലായിരുന്നെന്ന്? അവിടെ ചെന്നിട്ട് വർഷങ്ങൾ കുറേയായി, 40 വർഷമായി. ഈ 40 വർഷം കൊണ്ട് അവിടെ വേലക്കാരനായിട്ട് ജീവിക്കുമല്ല, അവിടെ മോളെയൊക്കെ കല്യാണം കഴിച്ചു, നല്ല കുടുംബമൊക്കെയായി. അപ്പൻ്റെ പാർട്ട്ണറായിരുന്നു. ആദ്യത്തെ കുറച്ച് നാളത്തേക്കാണ് ഫ്രീ ആയിട്ട് ജോലി ചെയ്യുന്നത്, സ്ത്രീധനം കൊടുക്കാനായിട്ട് അല്ലേ? ആ സ്ത്രീധനം വേദപുസ്തകത്തിന് ഈ കേരളത്തിൽ എല്ലായിടത്തും സ്ത്രീധനം പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ചെറുക്കൻ കൊടുക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലാണ്, കാരണം നമുക്ക് ഹിന്ദുക്കളിൽ നിന്ന് കിട്ടിയ കൾച്ചറാണ്. ഹിന്ദുക്കൾക്ക് കുഴപ്പമൊന്നുമില്ല, അത് അവരുടെ കൾച്ചർ, ഞാൻ അതിനെ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ എന്തുകൊണ്ടോ നമ്മുടെ ക്രിസ്തീയ സഭയിൽ വേദപുസ്തക പ്രകാരമുള്ളൊരു കൾച്ചർ, ആചാരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തു, പക്ഷേ ഒരു കൾച്ചർ ഉണ്ടാക്കിയെടുക്കാൻ പലതിനകത്തുമില്ല. എനിക്കറിയാം. ഒന്ന്, സ്ത്രീധനം കൊടുക്കാൻ എവിടെയാണ് വേദപുസ്തകത്തിനകത്ത് വാക്ക്? പുരുഷൻ്റെ വീട്ടിലേക്ക് സ്ത്രീയുടെ വീട്ടുകാർ സ്ത്രീധനം കൊടുക്കണമെന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? ഒരിടത്ത് കാണിച്ചു തരാം. വേദപുസ്തകം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. രണ്ടാം വിഭാഗത്തെപ്പറ്റി നമുക്ക് വളരെ മോശമായി പറയാം. എൻ്റെ വേദപുസ്തകത്തിൻ്റെ ഉൽപ്പത്തി പുസ്തകം മുതൽ 2-ാം വിഭാഗമുണ്ട്. എന്തുകൊണ്ട് നമ്മളതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല? എന്തുകൊണ്ട് സഭയിൽ ദേവദാസന്മാർ പ്രസംഗിക്കുന്നില്ല? നിങ്ങൾ ചോദിച്ചേക്കാം. വർഗീസിൻ്റെ മക്കളെ കൊണ്ടെന്ന ഒറ്റ ഒരു കല്യാണാലോചന വന്നെങ്കിൽ ഞാൻ നടത്തുമായിരുന്നു. ഞാൻ എൻ്റെ പപ്പായൊക്കെ പറഞ്ഞാണ്, ഒരു 2-ാം കല്യാണമാണെങ്കിലും നടത്താനുള്ള ഒരു അർഹിക്കുന്ന ഒരു പെണ്ണ് പറഞ്ഞാണ്. ഞാനന്ന് ക്രിസ്ത്യാനിയൊന്നും അല്ല കേട്ടോ, പക്ഷേ എൻ്റെ മനസ്സിനകത്തൊരാഗ്രഹം, അർഹിക്കുന്ന ഒരു പെണ്ണ്. ഭർത്താവ് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയി. ഞാൻ പപ്പായൊക്കെ പറഞ്ഞു ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞായിരുന്നു. പപ്പ പറഞ്ഞു വേണ്ട, കാരണം നമ്മുടെ കൾച്ചർ അതാണ്. ഹിന്ദു കൾച്ചർ നമുക്ക് വന്നിരിക്കുന്നതാണ്. ബൈബിളിക്കൽ കൾച്ചറിലേക്ക് നാം മടങ്ങിപ്പോകണം. ഇക്കാര്യങ്ങൾ 2 കാര്യത്തിന്, ഇതുപോലെ മറ്റ് പല കാര്യങ്ങളും ഉണ്ട് കേട്ടോ. ബൈബിളിക്കലായിട്ടുള്ള കൾച്ചർ നാം കൊണ്ടുവരണം. മോശ അപ്പൻ്റെ പാർട്ട്ണറാണ്, ധനവാനാണ്. പക്ഷേ എഴുതിയിരിക്കുകയാണ് അവൻ മേയിച്ചുകൊണ്ട് മരുഭൂമിക്ക് അപ്പുറത്തേക്ക്. ഇംഗ്ലീഷിനകത്ത് ബാക്ക് സൈഡ് ഓഫ് ദ ഡെസേർട്ട് മരുഭൂമി. ആഹാരം കഴിച്ചു കഴിഞ്ഞും വെച്ച് നമുക്ക് ഇച്ചിരി മധുരപലഹാരമൊക്കെ തരുമ്പോൾ അതിനും ഡെസേർട്ടെന്ന് പറയരുതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്, അന്ന് കേട്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കേട്ടണം. അത് ഡെസേർട്ടല്ല, ഡിസേർട്ടാണ്. DESSERT, ഡിസേർട്ട്. അപ്പോൾ ഡെസേർട്ട് മരുഭൂമിക്ക് അപ്പുറം, അതിൻ്റെ പുറകുവശം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൊള്ളത്തില്ല. ഏറ്റവും മോശമാണ്. മരുഭൂമിയിലും മഴ പെയ്ത് കഴിയുമ്പോൾ, മഴച്ചാറ് വീണ് കഴിയുമ്പോൾ പോച്ച കളിച്ച് വരും. രാജസ്ഥാനിൽ എവിടെയാണേലും. എന്നാൽ അതിൻ്റെ പുറകുവശത്ത് മഴ പെയ്താൽ പോലും പോച്ച കളിക്കാത്തൊരു സ്ഥലം. കാരണം ആട്ടിടയന്മാർ ആടിനെ തീറ്റി എവിടെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു പോയി. ആ വാസ്തവത്തിലൊരു പരിതാപകരമായ നിലയിലായിരുന്നു ആ സമയത്ത്. അതിൻ്റെ പുറകിൽ പോയിരുന്ന സമയത്ത് ഹോരേബ് വരെ ചെന്നു. ഹോരേബ് എന്ന് പറയുന്നത് സീനായി പർവ്വത നിരയാണ്. ഒരു പർവ്വതം മാത്രമല്ല, ഒരു പർവ്വത നിരകളാണ്. അതിൻ്റെ പർവ്വത നിരയാണ്. അതിനകത്ത് ഒരു പർവ്വതമാണ് ഹോരേബ് പർവ്വതം.
ഹോരേബ് പർവ്വതം മരുഭൂമിയാണ്, ഉണങ്ങി വരേണ്ടതാണ്. ഹോരേബ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം കൺസ്യൂമിങ് എന്നാണ്, ദഹിപ്പിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിനകത്ത് ചിലപ്പോഴൊക്കെ നമ്മളും ഇതുപോലത്തെ അവസ്ഥയിലാകും. ഏതാ, പോച്ച പോലും കിളിക്കുന്നില്ല, മരുഭൂമി, നമ്മൾ ദഹിപ്പിക്കുന്ന. നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടണമെങ്കിൽ നമുക്ക് ജീവിതത്തിനകത്ത് എന്തെങ്കിലും ദഹിക്കാനുണ്ടെങ്കിൽ, ദഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിനകത്തെ ദഹനമല്ല, തീ കൊണ്ട് ദഹിക്കുന്ന, വെന്ത് ചാരമായി പോകുന്ന ഏതെങ്കിലും ദൈവത്തെ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ, അവൻ്റെ രൂപം കാണണമെങ്കിൽ, എവിടെയെങ്കിലും ദഹിക്കാത്ത, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഭാര്യ അടിക്കുന്നുണ്ടോ, കള്ളക്കണക്ക് എഴുതുന്നുണ്ടോ, തെറ്റ് ചെയ്യുന്നുണ്ടോ, അവിഹിത ബന്ധമുണ്ടോ, മോഷണമുണ്ടോ, നീ ജോലി ചെയ്യുന്നിടത്ത് നീ വിശ്വസ്തനാണോ, ഏതെങ്കിലും കൂടെ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് കൺസ്യൂം ആവേണ്ടത് കൺസ്യൂം ആവണം. ദൈവത്തിന് ഈർഷ്യ, പക, പിണക്കം, വൈരാഗ്യം ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഇതൊക്കെ മാറിയെങ്കിൽ മാത്രമേ കർത്താവിനെ കാണാനൊക്കെ. രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല ഞാനീ പറഞ്ഞത് കേട്ടോ, അല്ല, രക്ഷിക്കപ്പെടുന്ന കാര്യമല്ല. രക്ഷിക്കപ്പെടാൻ യേശു ക്രിസ്തുവിന് എളുപ്പമാണ്. യേശു ക്രിസ്തുവെ, ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, ഇന്നു മുതൽ നീ എൻ്റെ ദൈവം, നിൻ്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണം, ഞാൻ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ എന്ന് പറയുമ്പോൾ നീ രക്ഷിക്കപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞ് മറ്റും അവനോട്ടൊരു ബന്ധം ഉണ്ടാകണമെങ്കിൽ, അവൻ്റെ DNA നിനക്കുണ്ടാകണമെങ്കിൽ, അവൻ്റെ നറുമണം നിനക്കുണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, നിന്നിൽ പാടില്ലാത്തതൊക്കെ കത്തി ചാമ്പലായി തീരണം. ഹല്ലേലൂയ. അവനോടെയായി വലിയ ചൂടുകാലത്തായി, നമ്മുടെയും ജീവിതത്തിന് ചിലപ്പോൾ ചൂടുകാലം ഉണ്ടാകും. അവൻ നിരാശനായി. ഹല്ലേലൂയ. നമ്മൾ ഏലിയാവിനെ പറ്റി പഠിക്കുമ്പോഴും കാണുന്നുണ്ട് കേട്ടോ. ഈസബേലിനെ ഭയപ്പെട്ട ഏലിയാവും 40 ദിവസം 40 പകലും അവൻ നടന്നു. ഏലിയാവ് നടന്നു 40 ദിവസവും, അല്ലേ? എവിടുന്ന് നടന്നത്? ആഹാരം കിട്ടിയുണ്ട്. ആരാ ആഹാരം കൊടുത്ത്? ദൈവദൂതൻ. എവിടുന്ന് ആഹാരം കൊണ്ട് കൊടുത്തു? ദൈവദൂതന്മാരുടെ ആഹാരം. ദൈവദൂതന്മാരുടെ ആഹാരത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ. നമുക്കിന്ന് അതുപോലുള്ള ചപ്പാത്തി കിട്ടത്തില്ല, അതുപോലുള്ള കറിയൊന്നും കിട്ടത്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി ഉണ്ടാകുവാൻ കഴിയും. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങളുടെ ശക്തിക്ക് അപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ കഴിയും. നിങ്ങളുടെ കഴിവിനപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കാം. കേട്ടോ, ശബ്ദം കേട്ടാട്ടെ, വിദ്യാർത്ഥികളെ കേട്ടാട്ടെ, നിങ്ങളുടെ കഴിവിനപ്പുറത്ത് നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയും. നിങ്ങൾക്ക് പരിജ്ഞാനം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്കൊരു വലിയ സയൻറ്റിസ്റ്റായി തീരുവാൻ കഴിയും. നിങ്ങൾക്ക് വലിയൊരു പൈലറ്റായി തീരുവാൻ കഴിയും. നിങ്ങളുടെ കഴിവിനപ്പുറത്ത് ദൈവമായിട്ടൊരു ബന്ധമുണ്ടായി. ഹല്ലേലൂയ. മരുഭൂമിയുടെയും പുറകിൽ ചെന്നിട്ട് നിങ്ങളുടെ ജീവിതത്തിനകത്ത് കൺസ്യൂം ആവേണ്ടതെല്ലാം കൺസ്യൂമായി കഴിയുമ്പോൾ അടക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഏലിയാവ് 40 പകലും 40 രാത്രിയും നടന്നു. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെയും പ്രാർത്ഥിച്ചു, കർത്താവ്, വയസ്സ് 55 പോരാ, എനിക്ക് കുറച്ചാളൂടെ ജീവിച്ചിരിക്കണം. എത്ര നാൾ ജീവിച്ചിരിക്കണം ദൈവം നിശ്ചയിക്കട്ടെ. ഹല്ലേലൂയ. എത്ര വേണമെങ്കിലും ജീവിച്ചിരിക്കട്ടെ. പക്ഷേ ജീവിച്ചിരിക്കുന്ന അത്രയും നല്ല ആരോഗ്യം തരണം, നല്ല ബലം തരണം. ഇന്ന് രാവിലെ നടന്നു 2 കിലോമീറ്റർ. ഹല്ലേലൂയ. വൈകിട്ടും നടക്കും പിന്നെയും 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1.5 കിലോമീറ്ററെങ്കിലും വീണ്ടും ഞാൻ നടക്കും. ഹല്ലേലൂയ. എൻ്റെ ബലത്തിലല്ല, ദൈവത്തിൻ്റെ ബലത്തിൽ. ഹല്ലേലൂയ. ഇവൻ അമ്മായിയപ്പൻ്റെ ആടുകളെ തീറ്റുന്നു. അവൻ പണക്കാരനായിരുന്നു, മറന്നു പോകരുത്. വളരെ കംഫർട്ടബിളായിട്ടുള്ള ലൈഫാണ്. ആട്ടിടേൻ്റെ ആണെന്ന് പറഞ്ഞാൽ അന്നത്തെ വലിയൊരു ബിസിനസ്സുകാരനാണ് അവൻ. നല്ലതുപോലെ ആട്ടിൻ്റെ പാല് കുടിക്കാം, ആടിൻ്റെ ഇറച്ചി തിന്നാം, അവൻ്റെ സ്വന്തം ആടാണ്, അതിൻ്റെ തോല് വയ്ക്കാം, അതിൻ്റെ രോമം വയ്ക്കാം, പണക്കാരനായി തീരാം. ഒരു കംഫർട്ടബിൾ ലൈഫ്. ഈ സമയത്ത് എന്ത് വേണം? കംഫർട്ടബിൾ ലൈഫ്, വളരെ സുഖമായിട്ടുള്ള ജീവിതം. ആ സമയത്താണ് 4-ാമത്തെ വാക്യം, 3-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം, 3-ാമത്തെ വാക്യം 2-ാം വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. മുൾപ്പടർപ്പ് വെന്തു പോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശ പറഞ്ഞു. നോക്കേണ്ടതിന് അവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപ്പടർപ്പിൻ്റെ നടുവിൽ നിന്ന് അവനെ മോശേ മോശേ എന്ന് വിളിച്ചു. അതിന് അവൻ ഇതാ എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം വിളിച്ചു. അതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. 2 പ്രാവശ്യം വിളിച്ച ചില ആളുകൾ. ഹല്ലേലൂയ. അവൻ 2 പ്രാവശ്യം കേട്ടു. പക്ഷേ അവൻ അവൻ മുൾപ്പടർപ്പ് കണ്ടു. വേറെ പലരും അവൻ ഒറ്റയ്ക്കല്ല, അവന് ഒത്തിരി ആടുകളുണ്ട്. ഈ ആളുകളപ്പോൾ അവൻ്റെ കൂടെ വേറെ ആട്ടിടയന്മാരുണ്ട്. അവരാരും കണ്ടില്ല. അവരാരും അങ്ങോട്ട് തിരിഞ്ഞില്ല. വേറെ പലരും കണ്ടു കാണും, അവരാരും തിരിഞ്ഞില്ല. അവൻ്റെ അടുക്കിലേക്ക് തിരിഞ്ഞ ഒരുത്തനെ ദൈവം കണ്ടു, അവനെ വിളിച്ചു. നീയും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയണം. എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിയണം. വേറൊരു ദൈവദാസൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തിരിയണം. പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾ തിരിയണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും. ഹല്ലേലൂയ. വേദപുസ്തകം വായിക്കുമ്പോൾ കേൾക്കും, അന്നേരം തിരിയണം കേട്ടോ. തിരിയുന്നവനെ ദൈവം വിളിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവനെ വിളിച്ചു. എങ്ങനെ വിളിച്ചു? 2 പ്രാവശ്യം വിളിച്ചു. ഹല്ലേലൂയ, 2 പ്രാവശ്യം വിളിച്ചു. മോശെ. അപ്പോൾ ദൈവം വിളിച്ച ആളുകൾ, ഒന്ന് അവൻ്റെ ഗുണം എന്തുകൊണ്ടാണ് അവനെ വിളിച്ചത്? എന്തെങ്കിലും യോഗ്യത ഉണ്ടായിട്ടായിരിക്കും വിളിച്ചത്. എന്തെങ്കിലും യോഗ്യത പ്രത്യേകിച്ചാണ്, പ്രത്യേക യോഗ്യതകളാണ്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ആരൊക്കെയാണ്. നമുക്ക് ഒന്നാമത് വിളിച്ചത് അബ്രഹാമിനെയാണ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ എന്ന് വിളിച്ചു. എപ്പോഴ്? കത്തിയെടുത്തപ്പം. മോനെ കൊല്ലാൻ. ആരെങ്കിലും ചെയ്യും? നിങ്ങൾ ചെയ്യുമോ? ദൈവം നേരിട്ട് വന്ന് പറഞ്ഞ് നിങ്ങൾ ചെയ്യുമോ? ഞാൻ കേട്ടോ, ഞാൻ ഇച്ചിരി അനുസരണത്തിന് ഇച്ചിരി തിടുക്കമുള്ളവനാണെന്ന് അഭിമാനിക്കുന്ന കൂട്ടത്തിൽ. അഹങ്കാരമല്ല, അഭിമാനമുണ്ട്. ഞാൻ ദൈവം എൻ്റെ ഒക്കെ പറയുകയാണ്, നിൻ്റെ മോനെ കഴുത്ത് കണ്ടി ഒക്കത്തില്ല, തോക്ക് തരാൻ വെടിവെച്ചു കൊല്ലാം, ഒരു അമ്പുമ്പിലെന്ന് പറഞ്ഞാൽ ഏതുമല്ലാം, വേണമെങ്കിൽ കുത്തിക്കൊല്ലാം, പക്ഷെ പതുക്കെ കഴുത്തറക്കാൻ, അങ്ങനെയാണ് പറഞ്ഞത്, കഴുത്തറക്കണമെന്നാണ് കേട്ടോ, കുത്തിക്കൊള്ളിയല്ല, അറക്കാൻ. അനുസരിക്കുന്നവനെ. അവൻ്റെ യോഗ്യത എന്തൊക്കെയാണ്? അനുസരിക്കുന്നവൻ. രണ്ടാമത്തെ കാര്യം, അവൻ തിരികെ നടക്കാത്തവനാണ്. 60 വർഷം അവന് തിരികെ നടക്കാൻ പല പ്രാവശ്യം ആഗ്രഹം തോന്നി. ഊരെന്ന് പറഞ്ഞ് പട്ടണത്തിൽ വെച്ച് അവനെ വിളിച്ച അന്ന് മുതൽ മോൻ്റെ അടുക്കൽ കത്തി എടുക്കുന്നത് വരെ പലപ്പോഴും തിരികെ നടക്കാൻ ആഗ്രഹം തോന്നിക്കാണും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് അപ്പൻ മരിച്ചു, തിരികെ പോകാൻ ആഗ്രഹം തോന്നിക്കാണും. പിന്നെ അങ്ങോട്ട് പോകുന്ന സമയത്ത് ലോത്ത് വിട്ടും വെച്ച് പോയി, അവൻ്റെ നല്ല സ്വത്തും കൊണ്ടെല്ലാം പോയി, നല്ല ഭൂമിയെല്ലാം എടുത്തു, തിരികെ പോകാൻ ആഗ്രഹം കാണും. തിരികെ പോകാൻ എവിടുന്നാണ് വന്നത്? ഊരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്നറിയാം, ലൈറ്റ് എന്ന അർത്ഥം. വലിയ പട്ടണമാണ്. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ലണ്ടൻ പോലുള്ള പട്ടണം, പാരീസ് പോലുള്ള പട്ടണം. അവിടത്തേക്ക് തിരികെ പോകാൻ ആഗ്രഹം തോന്നും. അവൻ പോയില്ല. മോനെ കൊല്ലാൻ പറഞ്ഞപ്പോഴും തിരികെ പോകാൻ, പഴയ വിശ്വാസത്തിലേക്ക് പോകാൻ, പഴയ ദൈവങ്ങളുടെ അടുക്കൽ പോകാൻ. പണ്ട് ആരാധിച്ചുകൊണ്ടിരുന്നത് ചന്ദ്രനെയാണ്. അതിനെ ആരാധിക്കാനൊക്കെ തോന്നിക്കാണും. കാരണം അവരൊരിക്കലും മക്കളെ ചോദിച്ചിട്ടില്ല. ചിലപ്പോൾ പശുവിനെ ചോദിച്ചു കാണും, കാളയെ ചോദിച്ചു കാണും, ആട്ടിനെ ചോദിച്ചു കാണും. മകനെ ചോദിക്കത്തില്ല. തിരികെ പോകാൻ ആഗ്രഹം തോന്നുന്നു. ഒന്ന്, അനുസരിച്ചവനെ. രണ്ട്, തിരികെ നടക്കാത്ത. ദൈവം നിന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അനുസരിക്കണം. എന്തെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കണം. ഹല്ലേലൂയ. തിരികെ പോകാൻ ആഗ്രഹം തോന്നിയാലും ഹല്ലേലൂയ. വേദപുസ്തകം അങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, എബ്രായ ലേഖനത്തിനകത്ത്. അവർക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം ഉണ്ടായിട്ടും മടങ്ങിപ്പോകാതിരുന്നതിനാൽ അവരുടെ ദൈവം വിളിക്കപ്പെടുവാൻ അവൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. ആരുടെ? തിരിച്ചു പോകാൻ അവസരമുണ്ടായിട്ടും തിരിച്ചു പോകാത്തവർക്ക്. എനിക്കും നിനക്കും തിരിച്ചു പോകാൻ ആഗ്രഹം തോന്നും. നമ്മൾ ഏത് വിശ്വാസത്തിൽ നിന്നാണ് വന്ന് അങ്ങോട്ട് തിരികെ പോകാൻ ആഗ്രഹം തോന്നും. ഏത് ദുസ്വഭാവം വിട്ടുവെച്ചോ, അല്ലെ ഉറക്കം വരുന്നില്ല. അന്നേരം ആരെങ്കിലും പറയുന്നത് കേട്ടോ, മറ്റേ അപ്പുറത്തെ അച്ചൻകുഞ്ഞെ കുവൈറ്റിൽ നിന്ന് ഒരു കുപ്പി വിസ്കി കൊണ്ടുവച്ചിട്ടുണ്ട്, ഇച്ചിരി കുടിക്കാമെങ്കിൽ നല്ല ഉറക്കം വരുമെന്ന് പറഞ്ഞു. തിരികെ പോകാൻ ആഗ്രഹം തോന്നും. പണ്ട് ഉറങ്ങിയിട്ടുള്ള ഇല്ലയോ? അല്ലേ, കള്ളു കുടിക്കുന്നത് വെച്ചാൽ പണ്ട് കുടിച്ചും വെച്ച് ബോധമില്ല കിടന്ന് ഉറങ്ങിയിട്ടില്ലയോ? ആഗ്രഹം തോന്നും. പഴയ കാലത്തെ ദുസ്വഭാവങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹം തോന്നും. പോകാത്തവനെ, തിരികെ പോകാത്തവനെ. ഹല്ലേലൂയ. അടുത്തത്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവനെ. ഹല്ലേലൂയ. അവൻ എന്തോ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞ് 11 മുതൽ 13 വരെയുള്ളത് വാക്കുമ്പോൾ. ഹല്ലേലൂയ. ബാലൻ്റെ മേൽ കൈവയ്ക്കരുത്. അതെന്താണ് അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞത്? മോൻ ചോദിച്ചു, അപ്പച്ചാ എന്തോ എവിടെ ആട്ടിൻകുട്ടി? മോന് ആരാധനയെപ്പറ്റി അറിയാമായിരുന്നു. വേദപുസ്തകം എവിടെയാണെന്നറിയാമായിരുന്നു. എസ്രായുടെ പുസ്തകം എവിടെയാണെന്ന് അറിയാമായിരുന്നു. എഫേസ്യർക്ക് എഴുതിയ പുസ്തകം എവിടെയാണെന്നറിഞ്ഞു. വാക്യമെല്ലാം അറിഞ്ഞില്ലെങ്കിലും കുറച്ചെങ്കിലും ഒക്കെ അറിയാമായിരുന്നു കേട്ടോ. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, അപ്പച്ചാ ആട്ടിൻകുട്ടി വേണമല്ലോ. ആട്ടിൻകുട്ടിയില്ല, ബാക്കിയെല്ലാം ഉണ്ട്. അവൻ എന്തോ പറഞ്ഞു, എൻ്റെ മോനെ നീയാടാ ആട്ടിൻകുട്ടി. അല്ല, അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. അവൻ സത്യമല്ല പറഞ്ഞു. സത്യമല്ലെന്ന് പറഞ്ഞ് അവൻ പരമാർത്ഥമല്ല പറഞ്ഞത്. അവൻ യാഥാർത്ഥ്യമല്ല. ഹി വാസ് നോട്ട് സ്പീക്കിംഗ് ദ ഫാക്ട്സ്, ബട്ട് ഹി വാസ് ടെല്ലിംഗ് ദ ട്രൂത്ത്. ആൻഡ് വാട്ട് ഈസ് ദ ട്രൂത്ത്? വാട്ട് ദ ബൈബിൾ സേസ്, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അവൻ എന്ത് പറഞ്ഞു? ദൈവം കരുതിക്കോളും മോനെ. ഹല്ലേലൂയ. ഒന്ന്, ദൈവം പറഞ്ഞ് അനുസരിച്ചവനെ. രണ്ട്, തിരികെ നടക്കാത്തവനെ. മൂന്ന്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞവനെ. ഹല്ലേലൂയ. അതുകൊണ്ട് നിനക്ക് അവനുമായിട്ടൊരു ബന്ധമുണ്ട് എങ്കിൽ ഈ 60 വർഷത്തിനകത്ത് ദൈവം പറഞ്ഞതെല്ലാം അനുസരിച്ചു. രണ്ട്, തിരികെ നടക്കാൻ ആഗ്രഹം തോന്നിയിട്ടും തിരികെ നടന്നില്ല. മൂന്ന്, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. വിശ്വസിച്ചുകൊണ്ടാണോ പറഞ്ഞല്ല, എങ്കിലും അങ്ങ് പറഞ്ഞത്. ആ സമയത്ത് ആട് കൂടി വന്ന് മലയുടെ മേളിൽ ആട് വരുമെന്ന്. അവിടെ ചെമ്മരിയാട് വരത്തില്ല. കോലാട് പിന്നെയും വന്നെന്ന് വരും, ചെമ്മരിയാട് വരത്തില്ല. കോലാടാണ് വന്നത്. ഒരാട് വേറെ ആട്ടിൻകുട്ടി വേറെ ലാമ്പ്. ദൈവം കരുതിക്കോളും മോനെ. ഞാൻ നിങ്ങളും വിശ്വസിക്കണം കേട്ടോ. ദൈവത്തിൻ്റെ കരുതൽ അവനക്ക് വേണ്ടി അവിടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിനക്ക് വേണ്ടി അവിടെ ഉണ്ടായിരിക്കും. അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. നിന്നെ മോനെ, നിൻ്റെ കല്യാണം ദൈവം നടത്തിത്തരും. മോളെ, നിനക്ക് കുഞ്ഞുണ്ടാകും. മോനെ, നിനക്ക് അവിടെ ജോലി ഉണ്ടാകും. നമുക്ക് കുറച്ചുകൂടെ നല്ല വീടുണ്ടാകും. നമ്മുടെ സഭ തീർച്ചയായിട്ടും വളരും. നമ്മുടെ സൺഡേ സ്കൂൾ തീർച്ചയായിട്ടും വളരും. നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വരും. എൻ്റെ കൈകൾക്ക് ബലമുണ്ടാകും. എനിക്ക് താഴോട്ട് കുനിയാനും ഇരിക്കാനും ഒക്കെ സാധിക്കും. ഹല്ലേലൂയ. എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം ഉണ്ടാകും. എൻ്റെ ഈ ഓഫീസിൽ ജോലി ചെയ്യുന്ന
എൻ്റെ ഇവിടുത്തെ സഭയിൽ ഇവിടുത്തെ ജോലി ചെയ്യുന്ന ഒരാൾ ഒറീസക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി. ഞങ്ങളുടെ സഭയിൽ ഞാൻ പ്രസംഗിക്കാൻ പോയി കുറേ വർഷങ്ങൾക്ക് മുമ്പ്, 4-5 വർഷത്തിന് മുമ്പ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രസംഗിച്ച് ഇറങ്ങി വന്നപ്പം അദ്ദേഹം ഭാര്യയും ഭർത്താവും കൂടെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ ഭാര്യ വേറെ അടുത്ത് ജോലി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ ചോദിച്ചു, എന്താണ് വിശേഷം? ഒന്നുമില്ല. ഞാൻ പറഞ്ഞു, എന്തിയായി? കുഞ്ഞുങ്ങൾ വരുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് 6-7 വർഷമായി. എന്താ പറഞ്ഞറിയാം? ഇല്ല. അങ്ങനല്ല പറഞ്ഞു. എന്താ പറഞ്ഞു? എൻ്റെ പ്രസംഗം കേട്ടത് വെറുതെ അല്ല. ചിലരൊക്കെ വെറുതെ ആകുന്നത്. എന്താ? ഇല്ല പറയാം, ഇല്ല, എനിക്കുണ്ടാകാൻ പോകുന്നില്ല. എന്താ കാരണം? യു ഹാവ് ടു ചേഞ്ച് യുവർ വേർഡ്സ്. നിൻ്റെ ഫെയ്ത്ത് മാറണമെങ്കിൽ നിൻ്റെ വാക്കുകൾ മാറണം. ചേഞ്ച് യുവർ ഫ്രണ്ട്സ്, ചേഞ്ച് യുവർ വേർഡ്സ്, ചേഞ്ച് യുവർ കൺഫെഷൻ. പെങ്കൊച്ച് പറഞ്ഞത്, ഒറീസക്കാരി പെങ്കൊച്ച് പറഞ്ഞത് വരുന്നുണ്ട്. ഇന്നലെ പ്രസവിച്ചു കേട്ടോ, ഇന്നലെ പ്രസവിച്ചു. ഒരു പെങ്കുഞ്ഞ്, ആരോഗ്യമുള്ള പെങ്കുഞ്ഞ്, വെളുത്ത ഒരു പെങ്കുഞ്ഞ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിക്കുന്നവരായി തീരണം. വിശ്വാസത്തിൻ്റെ വാക്കുകൾ മാത്രം പറയണം. നിന്നെ നോക്കി പറയണം, നിൻ്റെ ആരോഗ്യത്തെ നോക്കി പറയണം, നിൻ്റെ പേഴ്സണെ നോക്കി പറയണം, നിൻ്റെ ഭാര്യയെ നോക്കി പറയണം, നിൻ്റെ സഭയെ നോക്കി പറയണം, നിൻ്റെ വീടിനെ നോക്കി പറയണം, നിൻ്റെ പഴയ സൈക്കിളിനെ നോക്കി പറയണം. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതിനോട്ടൊരു ബന്ധം വേണം ഇതൊക്കെ. 2, ദൈവം യാക്കോബിനെ വിളിച്ചു. ഉൽപ്പത്തി പുസ്തകം 46-ാമത്തെ അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 46, 1 മുതൽ 4 വരെ. അനന്തരം യാക്കോബ് തനിക്കുള്ള സകലവുമായി യാത്ര പുറപ്പെട്ടു. ബേർശബയിലെത്തി തൻ്റെ പിതാവായ ഇസ്ഹാക്കിൻ്റെ ദൈവത്തിന് യാഗം കഴിച്ചു. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനത്തിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഇതാ ഞാൻ ദൈവമാകുന്നു, നിൻ്റെ പിതാവിൻ്റെ ദൈവം തന്നെ. മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും എന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോടുകൂടെ മിസ്രയീമിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. യോസഫ് സ്വന്തം കൈകൊണ്ട് നിൻ്റെ കണ്ണ് അടയ്ക്കും എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ എന്ന ദൈവം, യഹോവയായ ദൈവം അരുളി ചെയ്തു. 45-26 ഞാൻ വായിക്കാം. 26, അവനോട് യോസഫ് ജീവനോടിരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്ത് നിന്നൊക്കെയും അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബ് സ്തംഭിച്ചു പോയി. അവർ പറഞ്ഞത് വിശ്വസിച്ചില്ല. കഥ നിങ്ങൾക്കറിയാം. നമ്മുടെ വിഷയത്തിനകത്ത് നിൽക്കേണ്ടതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ചുറ്റിക്കറങ്ങുന്നില്ല, അല്ലേ? യോസഫിനെ സഹോദരന്മാർ കൊന്നുകളഞ്ഞു എന്ന് അപ്പനോട് പറഞ്ഞു. വാസ്തവത്തിൽ കൊന്നിട്ടില്ല, അടിമയായിട്ട് വിറ്റതാണ്. പക്ഷെ സ്വർഗസ്ഥനായ ദൈവം അവനൊരു ദർശനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അവൻ ദർശനത്തിൽ വിശ്വസിച്ചു. വേദോസ്തവം അങ്ങനെ പറയുന്നു കേട്ടോ, അങ്ങനെ പറയുന്നു. യോസഫ് തൻ്റെ സ്വപ്നം ഓർത്തു. അവൻ ഓർത്തുകൊണ്ട് നടന്നു. ആ ഓർത്തുകൊണ്ട് നടന്നത് സംഭവിക്കത്തക്കവണ്ണം അവൻ്റെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിച്ചു. ഞാൻ പറഞ്ഞ പോയിന്റുകളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അവൻ ഓർത്തോർത്ത് നടന്നു, സ്വപ്നം ഓർത്തോർത്ത് നടന്നു. അത് സംഭവിക്കുവാൻ എൻ്റെ ജീവിതം വിശുദ്ധിയുള്ളതായി തീർക്കണം. അവളെ വിളിച്ചാലും അവൻ വിളിച്ചാലും, അവിടെ രൂപ കണ്ടാലും ഇവിടെ പുരയിടം കണ്ടാലും ആരെങ്കിലും അടിക്കാൻ തോന്നിയാലും ഞാൻ തെറ്റ് ചെയ്തെന്ന് അവൻ്റെ ജീവിതം വിശുദ്ധിയുള്ളതായിട്ട് സൂക്ഷിച്ചു. അതുകൊണ്ടെന്നാണ് ഒരു ദിവസം ഇരിക്കണമെന്ന് തോന്നി അവൻ ഇരുന്നത് ഒരു സിംഹാസനത്തിലായിരുന്നു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അത് ചെയ്തു. അവൻ്റെ സഹോദരന്മാർ ദൈവം പണ്ട് കാണിച്ചതുപോലെ അവൻ്റെ സഹോദരന്മാർ വന്നു കഴിഞ്ഞപ്പോൾ വേദപുസ്തകം പറയുന്നതാണ്, അപ്പോൾ യോസഫ് തൻ്റെ സ്വപ്നം ഓർത്തു. അപ്പോൾ മാത്രമല്ല, എല്ലാ ദിവസവും ഓർക്കുകയായിരുന്നു, എനിക്കൊരു സ്വപ്നമുണ്ട്, എൻ്റെ സഹോദരന്മാർ എന്നെ കാണാൻ വരും, അവരെൻ്റെ മുമ്പിൽ നമസ്കരിക്കണമെങ്കിൽ ഞാൻ ആ സ്ഥാനത്ത് എത്തിച്ചേരണമെങ്കിൽ സ്വപ്നം ഉണ്ടായിരുന്നാൽ മാത്രം പോരാ, അതുപോലെ എൻ്റെ ജീവിതം ഞാൻ വിശുദ്ധിയുള്ളതും വെടിപ്പുള്ളതുമായിട്ട് സൂക്ഷിക്കണം. പറഞ്ഞു കേട്ടോ. ഹല്ലേലൂയ. സഭ വലുതാകണമെങ്കിൽ, കുറച്ചുകൂടെ ഭൂമി വേണമെങ്കിൽ, നിനക്ക് നല്ല പഠിത്തം വേണമെങ്കിൽ, നിനക്ക് കുറച്ചുകൂടെ കഴിവുണ്ടാകണമെങ്കിൽ എന്ത് വേണം? ജീവിതം, നിൻ്റെ കണ്ണുകൾ, നിൻ്റെ കൈകൾ, നിൻ്റെ കാലുകൾ വിശുദ്ധിയുള്ളത് വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്കായി തീരട്ടെ. ഇന്ന് ഞാൻ രാവിലെ നടക്കാൻ പോയപ്പോൾ ഒരു പ്രസംഗം കേട്ടു. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കറിയാം, ഞാൻ എല്ലാ ദിവസവും രാവിലെ നടക്കാൻ പോകുമ്പോൾ ഇംഗ്ലീഷിൽ വലിയൊരു നീണ്ട പ്രസംഗം കേൾക്കും. ഇന്ന് കേട്ടത് ഒരു വിശുദ്ധിയെപ്പറ്റിയുള്ളതായിരുന്നു. സാധാരണ ഞാൻ വിശ്വാസത്തെ പറ്റിയുള്ളതാണ് രാവിലെ കേൾക്കുന്നത്, അതിൻ്റെ മലയാളത്തിലുള്ളതാണ് വിശുദ്ധിയെപ്പറ്റിയുള്ളത്. ഇന്ന് കേട്ടത് വിശുദ്ധിയെപ്പറ്റിയുള്ളതായിരുന്നു. അതിനകത്ത് ഞാൻ കേട്ടു, ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, എൻ്റെ ജീവിതം കഴിഞ്ഞ വർഷം എന്തായിരുന്നു അതല്ല ഇന്ന്,
ഇന്ന് എന്തായിരിക്കുമോ അതായിരിക്കത്തില്ല അടുത്ത വർഷം. കുറച്ചുകൂടെ ഞാൻ വിശുദ്ധിയിലേക്കായിത്തീരും. നാം വിശുദ്ധിയിൽ നിന്നും വിശുദ്ധിയിലേക്ക് നീങ്ങുന്നവരായിരിക്കണം. അവൻ്റെ സഹോദരന്മാരൊന്നും അവൻ സ്വപ്നം ഓർത്തു. ഹല്ലേലൂയ. അവൻ സഹോദരന്മാരൊക്കെ പറഞ്ഞു, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ കൊന്നുകളയുന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ടെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ, പ്രതികാരം യഹോവയ്ക്കുള്ളത്. നീ പ്രതികാരത്തെപ്പറ്റി, അതിൻ്റെ വിഷയം അതിൽ നിന്ന് ഹല്ലേലൂയ, പ്രതികാരത്തെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യരുത്. പിന്നെ അവൻ എന്ത് പറഞ്ഞു? സഹോദരനെ പറഞ്ഞു, ഞാൻ നിങ്ങളെ നോക്കിക്കോളാം, നിങ്ങളുടെ മക്കളെ നോക്കുക, നിങ്ങളുടെ കൊച്ചുമക്കളെ നോക്കണം, ഞാൻ എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടേ പോകത്തുള്ളൂ നിങ്ങൾക്ക് വേണ്ടി. എന്നെ ദൈവം ഇവിടെ കൊണ്ടുവച്ച് ആക്കിയാണ്. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യം, നിങ്ങൾ കരയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളല്ല വിറ്റത്, അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയിലായിരുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട. അവരെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പോയി അപ്പച്ചൻ്റെ ഒക്കെ പറയണം, നല്ലൊരു ക്ലാസ് പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും എടുക്കാം. ഹല്ലേലൂയ. അപ്പച്ചൻ്റെ ഒക്കെ പോയി പറയണം. എന്നിട്ട് പറയും, ഞാൻ ഇവിടെ ഉണ്ട്, ഞാൻ ഇവിടുത്തെ അധിപതിയാണെന്ന് പറയണം. അത് ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, അവനോട് യോസഫ് ജീവനോട് ഇരിക്കുന്നു, അവൻ മിസ്രയീം ദേശത്തു നിന്നൊക്കെ അധിപതിയാകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്തു? അത് കേട്ട് കഴിഞ്ഞപ്പോൾ അവനൊരു സംശയം, ഇത് ശരിയാണോ? ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു, പ്രധാനപ്പെട്ട കാര്യം 28-ാമത്തെ വാക്യം 40, മതി, എൻ്റെ മകൻ ജോസഫ് ജീവനോട് ഇരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പ് അവനെ പോയി കാണുമെന്ന് പറഞ്ഞു. അവൻ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു. ഈ വയസ്സൻ പറയുകയാണ്, ഞാൻ പോയി കാണും. അവൻ ഇങ്ങോട്ട് വരട്ടെ എന്ന് പറഞ്ഞില്ല, പോയി കാണും. നീ വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. എനിക്ക് പ്രായമായി, എനിക്ക് 78 വയസ്സായി, പക്ഷേ ഞാൻ കുറച്ചുകൂടെ ജീവിച്ചിരിക്കും. എനിക്ക് കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വേല ചെയ്യണം. എനിക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടി കുറച്ചുകൂടെ ഞാൻ കരുതി വെക്കണം. എൻ്റെ ബിസിനസ് കുറച്ചുകൂടെ നന്നാക്കണം. എൻ്റെ സഭ കുറച്ചുകൂടെ വലുതാക്കണം. എനിക്ക് കുറച്ചുകൂടെ ട്രാക്ട് കൊടുക്കണം. എനിക്കൊരു ചർച്ച കൂടെ പണിത് കൊടുക്കണം. എന്തെങ്കിലുമൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ പറയണം. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ പോയി ടേക്ക് ഫെയ്ത്ത്. നിനക്ക് വിശ്വാസം വരാത്ത സമയത്ത് എങ്കിലും പേടി കാണും, നേരാന്നോ, ഇത് തന്നെ ആണോ, ശരിയാണോ? അവന് ഭയം ഉണ്ടായിരുന്നതാണ്, സ്തംഭിച്ചു പോയിരിക്കുകയാണ്. അപ്പോഴാണ് 46-ാമത്തെ വാക്യം, അന്ന് രാത്രി സ്വർഗസ്ഥനായ ദൈവം ഹല്ലേലൂയ അവൻ പുറപ്പെട്ടു പോകുന്ന സമയത്ത് ബേർശേബയിലെത്തി. തൻ്റെ പിതാവായ ഇസ്ഹാക്കിന് ദൈവത്തിന് യാഗം കഴിച്ചു. ഹല്ലേലൂയ. പേടി വന്നതുകൊണ്ട് അവൻ യാഗം കഴിച്ചു. അവനൊരു ആടിനെ കൊന്നു കാണും, ഒരു കാളയെ കൊന്നു കാണും. അവൻ കൊന്നു. ദൈവം ഇസ്രായേലിൻ്റെ രാത്രി ദർശനത്തെ യാക്കോബ് എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് പറഞ്ഞു. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. യാഗം കഴിക്കുന്നവനായവനെ ഓർക്കുന്ന ദൈവം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യാഗം കഴിച്ചവനെ ഓർക്കുന്നതായ ദൈവം. ഹല്ലേലൂയ. ഞാൻ ദൈവമാകുന്നു, നീ മിസ്രയീമിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. ഇന്ന് ബന്ധം തുടങ്ങിയതല്ല, ഏറെ നാളത്തെ ബന്ധം. തുടങ്ങുന്നതിൻ്റെ അന്ന് തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ BMW കാർ ചോദിച്ചാൽ കിട്ടിയില്ലെന്ന് വരും. എന്നാൽ അവനോട് നീ ചേർന്ന് നടക്കുന്ന സമയത്ത് എനിക്കൊരു മുറിയൂടെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ മോക്കൊരു കല്യാണം നടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനുമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ ദൈവം ചെയ്തു തരും. ഹല്ലേലൂയ. 3, മോശെ വിളിച്ചു. ഹല്ലേലൂയ. യാക്കോബിനെ വിളിച്ചു. മോൻ്റെ അടുക്കലേക്ക് പോകാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവന് ധൈര്യം ഉണ്ടായി. നിൻ്റെ ധൈര്യക്കുറവുള്ള സമയത്ത് ധൈര്യം തരുന്നവനായ ദൈവം. 3, മോശെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. ദൈവം വെള്ളത്തിൽ നിന്ന് കോരിയെടുത്തവനെ ഓർത്തു. ഭക്തരായ ആശയ്ക്കെതിരെ ആശയോടെ വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത മാതാപിതാക്കളുടെ മകനാണ് അവൻ. അമ്മയപ്പന്മാരുടെ അനുഗ്രഹം മക്കൾക്ക് കിട്ടും. വേദപുസ്തകം അങ്ങനെ പറയുന്നു. ഞാനീ പറഞ്ഞത് കൊണ്ട് നമ്മുടെ അമ്മയപ്പന്മാരുടെ ഭക്തി കൊണ്ട് നമ്മൾ ആശ്വസിച്ചിരിക്കരുത്. എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട് ഞാൻ നടക്കുക, അതുകൊണ്ട് നീയും നിൻ്റെ മക്കൾക്ക് വേണ്ടി എന്തെങ്കിലും കരുതണം. വേദപുസ്തകം പറയുന്നുണ്ട് കേട്ടോ, ജോസഫിനെ അറിയാൻ വയ്യാത്തൊരു രാജാവുണ്ടായിരുന്നു. എന്താ കാര്യം? ജോസഫിൻ്റെ നന്മയ്ക്കൊരു സമയമുണ്ടായിരുന്നു മക്കൾക്ക് കിട്ടാൻ. അതിന് ശേഷമുള്ളത് നീ ഉണ്ടാക്കണം. ഞാൻ പണ്ട് പറഞ്ഞ കാര്യമാണ്. ഞാൻ ഇസ്രായേലിൽ പോകുമ്പോഴൊക്കെ നീട്ടി പ്രാർത്ഥിക്കും. എൻ്റെ പ്രാർത്ഥനയൊക്കെ 5 മിനിറ്റ് 10 മിനിറ്റ് പ്രാർത്ഥിക്കുന്നതിനെക്കൊണ്ട് വലിയ പ്രയാസം എന്നെ കൊണ്ട് ഒക്കുന്നില്ല. എന്നാൽ ഞാൻ ഇസ്രായേലിൽ ചെല്ലുന്ന സമയത്ത്, യെരൂശലേമിൽ ചെല്ലുന്ന സമയത്ത് യേശുക്രിസ്തുവിൻ്റെ വിലാപമതിലിൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കാം. യേശുക്രിസ്തു ജനിച്ച് ആ ഗുഹയ്ക്കകത്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ അമ്മയപ്പന്മാരെ ഒളിച്ചിരുന്നതായിട്ടുള്ള ഗുഹയിൽ ചെന്നിരിക്കുമ്പോൾ 1.5 മണിക്കൂർ പ്രാർത്ഥിക്കാം. എനിക്ക് കഴിയും. യേശുക്രിസ്തുവിനെ ക്രൂശിൽ തറച്ച സ്ഥലത്ത് നിന്ന് 1.5 മണിക്കൂർ പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എൻ്റെ 5 തലമുറകൾ. ഒരിക്കലാണ് എനിക്കൊരു ആഗ്രഹം ഉണ്ടായി, നിങ്ങളത് ചെയ്യണമെന്ന് പറഞ്ഞല്ല. ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു വേദിയുണ്ട്, ഒരു യാഗപീഠം ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ അതിനകത്ത് ഒരു കല്ലെടുത്ത് വെച്ചത് പി ജോറീസും ഭാര്യയും. ഇതെൻ്റെ മൂത്ത മകനും ഭാര്യയുമാണ്. ഇതെൻ്റെ മൂത്ത മകളും ഭർത്താവുമാണ്. ഓരോ കല്ലുകൾ എടുത്തു വെച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, കർത്താവെ 2ാമത്തെ തലമുറ, 3ാമത്തെ തലമുറ, 4ാമത്തേത് 5 തലമുറകൾ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. അംഗഭംഗമുള്ളവരാരും ഉണ്ടാകാൻ പാടില്ല. സ്വർഗസ്ഥനായ ദൈവം ഇതിനോട് പ്രാർത്ഥിക്കുന്നു. ദുർനടപ്പുകാരും ഉണ്ടാകാൻ പാടില്ല. ജയിലിൽ പോകുന്നവരാരും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ദൈവത്തിൻ്റെയൊക്കെ പ്രാർത്ഥിച്ചു. ആളുകൾ ചോദിച്ചു,
ആറാമത്തെ തലമുറയോ, അത് രണ്ടാമത്തെ തലമുറക്കാരനുണ്ടാകട്ടെ, മൂന്നാമത്തെ തലമുറക്കാരനുണ്ടാകട്ടെ. ജോസഫിനെ അറിയാത്ത ഒരു തലമുറ അത് നിങ്ങൾക്കുണ്ടാകരുത് കേട്ടോ. അതുകൊണ്ട് ജോസഫിൻ്റെ ദൈവത്തെ ഞങ്ങൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. അവരുടെ അമ്മയപ്പന്മാർ ദൈവത്തെ അറിയുന്നവരായിരുന്നു. അവരുടെ മകനാണ്. ഹല്ലേലൂയ. അമ്മ പറഞ്ഞു, മോനെ നമുക്കൊരു ദൈവമുണ്ട് കേട്ടോ. നിൻ്റെ തലയിലൊരു കിരീടം വെച്ചിട്ടില്ല, ആ കിരീടത്തിനകത്തൊരു പാമ്പുണ്ട്. അത് അവരുടെയാണ്, മിസ്രയീംകാരുടെ. അവർ പൂജിക്കുന്ന, നീ പൂജിക്കാൻ പാടില്ല. കാരണം നമുക്കൊരു ദൈവമുണ്ട്. അവൻ ആകാശവും ഭൂമി ഉണ്ടാക്കിയ ദൈവമാണ്. അവൻ പാമ്പല്ല, അവൻ കാളയല്ല, അവൻ ആടല്ല, അവൻ മയിലല്ല, വേറെ ഒന്നുമല്ല കേട്ടോ. അവൻ സത്യദൈവമാണ്. അതുകൊണ്ട് അവനെപ്പറ്റി പറഞ്ഞു. അതുകൊണ്ട് പറഞ്ഞു, അതുകൊണ്ട് ഞാൻ നിന്നെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുക, കാരണം ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ഞാൻ പോകത്തില്ല എന്ന് പറഞ്ഞില്ല. പിന്നെയോ ദൈവത്തിൻ്റെ പദ്ധതിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നെ ഈ ശബ്ദം കേട്ടാട്ടെ, ഞാനും നീയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ മകനെ ദൈവം ചോദിച്ചാൽ കൊടുക്കണം. ഒത്തിരി പേരും കൊടുക്കത്തില്ല. മോനെ നീ അമേരിക്കയിൽ പോയിട്ട് 2 ഉപദേശിമാരെ അങ്ങ് സപ്പോർട്ട് ചെയ്താൽ മതികളെ പറഞ്ഞിട്ടുള്ളവരുണ്ടല്ലേ, അല്ലേ? ദൈവത്തോട് ക്ഷമ ചോദിക്കണം. കർത്താവെ അന്നങ്ങനെ പറഞ്ഞു പോയി, പക്ഷേ എൻ്റെ കൊച്ചുമോനെ വിളിക്കണമേ, എൻ്റെ കൊച്ചുമോളെ വിളിക്കണമേ കർത്താവ് പറഞ്ഞിട്ട് കൊടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴിങ്ങനെ ചിലപ്പോൾ പറയും, ആരെങ്കിലും പറയുമോ ദൈവവേലയ്ക്കാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് തിരികെ പോകാതെ ഇവിടെ താമസിച്ചതുകൊണ്ട് എനിക്ക് നന്മയുണ്ടായ, എൻ്റെ കുടുംബത്തിന് നന്മയുണ്ടായ, എൻ്റെ മക്കൾക്ക് നന്മയുണ്ടായെന്ന് പറയുന്നവരെ ഞാൻ ഇന്നുവരെ ആരെയും കണ്ടിട്ടില്ല. ഉണ്ടായിരിക്കാം, എനിക്കറിഞ്ഞുകൂടാ. കരയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞിട്ടുണ്ട്. പറഞ്ഞു ശരിയാണ്. എനിക്കറിയാമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി വടക്കേ ഇന്ത്യയാണെന്ന്. എനിക്കറിയാമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി പാലക്കാടാണെന്ന്. എനിക്കറിയാമായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി ഒലവക്കോടാണെന്ന്. പക്ഷേ ഇവിടുത്തെ നന്മയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ ഇവിടെ അങ്ങ് താമസിച്ചു പോയി. വർഗീസ് വേറെ കരഞ്ഞിട്ടുള്ളവരെ എനിക്കറിയാം. ഹല്ലേലൂയ. സാരമില്ല, നിൻ്റെ അടുത്ത തലമുറയെ കൊടുക്കണം. നിനക്കകത്ത് 2ാമത്തെ തലമുറയെ കൊടുക്കാനത്തില്ല, 3ാമത്തെ തലമുറയെ കൊടുക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടൊക്കെ പറഞ്ഞ് കൊട്ടാരത്തിൽ പോകണം. പക്ഷേ ഓർത്തുകൊള്ളണം, ഈ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ, സത്യദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. നിൻ്റെ തലയിലിരിക്കുന്ന കിരീടത്തിനകത്തിരിക്കുന്ന പാമ്പിനെ അല്ല നീ ആരാധിക്കേണ്ടത്. ഹല്ലേലൂയ. അവൻ പറഞ്ഞു, ഞാൻ പൊക്കളാം. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി പോയവനായ മോശയെ ദൈവം വിളിച്ചു. ഹല്ലേലൂയ. കൊട്ടാരത്തിലെ പാമ്പും രാജകിരീടവും അവന് പ്രശ്നമല്ലായിരുന്നു. അവിടുത്തെ സിംഹാസനം അവന് വലിയ പ്രശ്നമല്ലായിരുന്നു. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ താൽക്കാല ഭോഗത്തെക്കാളും ദൈവത്തോട് കഷ്ടം അനുഭവിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തു. 40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷത്തിനകത്ത് 40 വർഷം അല്ലേ, 40 വർഷം. അതിനകത്ത് കുറച്ച് ദിവസം ഇങ്ങനെ അമ്മയെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. എങ്കിലും 40 വർഷം. ആ 40 വർഷം ദൈവം കൊടുത്ത പരിശീലനമായിരുന്നു. എനിക്കും നിനക്കും ദൈവം ട്രെയിനിങ് തരും. ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ്. ഞാൻ ജനിച്ചതൊരു കാട്ടുപ്രദേശത്താണ്. എൻ്റെ പപ്പായുടെ വീടിൻ്റെ അപ്പുറത്ത് ഇപ്പോഴും വനമാണ്. ഞാൻ വനത്തിനകത്തോടെ നടക്കുമായിരുന്നു, പേടിക്കത്തില്ല. അതുകൊണ്ട് ഇന്നും ഞാൻ ഗ്രാമത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊരു ശകലം പോലും പേടിയില്ല. ഐ എം വെരി കംഫർട്ടബിൾ. ഞാൻ ഒറ്റയ്ക്കായിരിക്കും സമയത്ത് ചിലർ വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കാൻ കേട്ടോ, ഒറ്റയ്ക്ക് ഇരിക്കുമല്ലേ, വിളിക്കണ്ട. ഞാൻ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒറ്റയ്ക്കായിരിക്കും. കാരണം എൻ്റെ പരിശീലനം. പാണയം എന്ന് പറഞ്ഞ കൊച്ചു ഗ്രാമത്തിൽ 100 ഏക്കറുള്ള ഒരു റബ്ബർ തോട്ടത്തിനകത്ത് ഒരു കൊച്ചു തോട്ടത്തിനകത്ത് ഒറ്റയ്ക്ക് നടക്കാൻ, ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ എനിക്ക് അല്പം പോലും ഭയം. എൻ്റെ ട്രെയിനിങ് അത് കഴിഞ്ഞിട്ട് പട്ടാളത്തിനകത്തുള്ള കോളേജിൽ പോയ സമയം എഞ്ചിനീയറിംഗ് 12 പോളിടെക്നിക്കിനകത്ത് പഠിച്ചത്. പരാജയം എന്താണെന്ന് ഞാൻ കണ്ടു. ഒരു പരാജയത്തിൻ്റെ വേദന എനിക്കറിയാം. വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയവൻ്റെ നെഞ്ചിടിപ്പ് എനിക്കറിയാം. അതുകൊണ്ട് പാവപ്പെട്ടവരും കഷ്ടപ്പെടുന്നവരെ പറ്റി എനിക്കൊരു ചിന്തയുണ്ട്. പട്ടാളത്തിൽ ചെന്നോ അപ്പോൾ എൻ്റെ കഴിഞ്ഞ കാലം എനിക്ക് തന്ന ട്രെയിനിങ് ആയിരുന്നു. ദൈവം തന്ന ട്രെയിനിങ്. നിങ്ങൾക്കും ട്രെയിനിങ് തന്നിട്ടുണ്ടല്ലേ? ഹല്ലേലൂയ. എന്തെങ്കിലുമൊക്കെ ട്രെയിനിങ് തന്നിട്ടുണ്ട്. എല്ലാവരും പാസ്റ്റർമാരായിട്ടല്ല ദൈവം വിളിച്ചിരിക്കുന്നത്. എല്ലാവരും സുവിശേഷ വേലക്കാരായിട്ടല്ല വിളിച്ചിരിക്കുന്നത്. ചിലരെ ബിസിനസ്സുകാരായിട്ട്, ചിലരെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സായിട്ട്, ചിലരെ കൃഷിക്കാരായിട്ട്, ചിലരെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരായിട്ട്, ചിലരെ രാഷ്ട്രീയക്കാരായിട്ട്. നിങ്ങൾക്കൊരു ട്രെയിനിങ് തന്നു. 40 വർഷത്തെ പരിശീലനം. അവനിപ്പോൾ നല്ല സുഖം, നല്ല ഇറച്ചി, മീൻ, നല്ല ഇഷ്ടം പോലൊക്കെ എല്ലാം കഴിക്കാം. ഹല്ലേലൂയ. ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ദൈവം വിളിച്ചു. മോശെ ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ദൈവം നിന്നെയും വിളിക്കും. നിൻ്റെ ട്രെയിനിങ് പൂർത്തിയായി കഴിയുമ്പോൾ ഇനി നിൻ്റെ സ്വന്തം ബിസിനസ് തുടങ്ങിയാട്ടെ. ആരാണ്ടോട് സംസാരിക്കുകയാണ്. ഒത്തിരി ട്രെയിനിങ് കിട്ടിയില്ലേ ബിസിനസ്സിനകത്ത്? സ്വന്തം ബിസിനസ് തുടങ്ങിയാട്ടെ. ഒത്തിരി പാസ്റ്റർമാരുടെ ബാഗൊക്കെ എടുത്ത് നടത്തില്ലയോ? ഇനിയും സ്വന്തമായിട്ടൊരു സഭ തുടങ്ങിയാട്ടെ. ഇനിയും നിൻ്റെ കല്യാണം കഴിച്ച് അയക്കാൻ പോവുകയാണ്.
അമ്മമാരുടെക്കാളും പറയുകയാണ്, പെൺമക്കളെ കല്യാണം കഴിച്ച് അയക്കുമ്പോൾ അവർക്കൊരു അമ്മയാകാനുള്ള പരിശീലനം കൊടുത്തിരിക്കണം, ഒരു വീട്ടുകാരുത്തി ആയിരിക്കാനുള്ള പരിശീലനം കൊടുത്തിരിക്കണം, അവർക്ക് പരിശീലനം കൊടുത്തിരിക്കണം. ഹല്ലേലൂയ. സൺഡേ സ്കൂൾ ടീച്ചറായിട്ട് പരിശീലനം കൊടുത്തിരിക്കണം, എല്ലാത്തിനും കൊടുത്തിരിക്കണം. നിൻ്റെ പരിശീലനം പൂർത്തിയായി കഴിയുമ്പോൾ നിൻ്റെ വേല ചെയ്യണം. ദൈവം വിളിച്ചു, മോശെ 4 ശമൂവേൽ 1 ശമൂവേൽ 3:1 മുതൽ 10 വരെ. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ അരുളപ്പാടുകൾ ദുർലഭമായിരുന്നു, ദർശനം കുറവായിരുന്നു. ആ കാലത്തൊരിക്കൽ ഏലി തൻ്റെ സ്ഥലത്ത് കിടന്നുറങ്ങി. കാണുവാൻ കഴിയാതെ വണ്ണം അവൻ്റെ കണ്ണ് മങ്ങി തുടങ്ങിയിരുന്നു. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. യഹോവ ശമൂവേലിനെ വിളിച്ചു. അടിയനെന്ന് അവൻ വിളി കേട്ടു. ഏലിയുടെ അടുക്കൽ ഓടിച്ചെന്ന്, അടിയൻ ഇതാ എന്നെ വിളിച്ചുവല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക എന്ന്. കഥ നിങ്ങൾക്കറിയാം, വായിക്കുന്നില്ല. വായിക്കാൻ കൊള്ളാവുന്ന ആഗ്രഹം എൻ്റെ പ്രസംഗം സമയത്തിനകം തീർക്കണമല്ലോ, അല്ലേ? ഹല്ലേലൂയ. അവൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും പ്രിയപുത്രനായിരുന്നു. അമ്മയൊരു നേർച്ച നടന്നു. അപ്പൻ നല്ലവനായിരുന്നു. അമ്മ പറഞ്ഞുടനെ അനുവദിച്ചു കൊടുത്തു. ഇന്ന് ചിലരുടെ അമ്മ പറഞ്ഞ അപ്പൻ കേൾക്കത്തില്ല, അപ്പൻ പറഞ്ഞ അമ്മ സമ്മതിക്കത്തില്ല. ദുബായിലിരിക്കുന്ന മോൻ്റെയൊക്കെ സുവിശേഷ വേലയ്ക്ക് പറഞ്ഞു, എൻ്റെ മോനെ ചതിക്കല്ലേടാ, മോളെ 2 പെൺമക്കളെ കെട്ടിക്കാനുണ്ടടാ, അടുത്തവരുടെ പുരയിടം കുറച്ചുകൂടെ വാങ്ങിക്കാനുണ്ടടാ, അല്ല പറഞ്ഞില്ല. എന്തായാലും ഈ അമ്മ പറഞ്ഞ് ഞാൻ ദൈവത്തിന് നേർന്ന അതിനെന്താ കൊടുക്കാൻ. അവനെ അവിടെ കൊണ്ടുപോയി. അവനും പറഞ്ഞു കൊണ്ടുപോയിക്കോ. ആരെങ്കിലും എത്ര വയസ്സാണ് മുലകുടി മാറിയപ്പോൾ എത്ര വയസ്സായിരിക്കും? കൂടിപ്പോയാൽ 9 വയസ്സ്. നിങ്ങൾ വിചാരിക്കും അത്രയും നാൾ പാൽ കുടിക്കും. എൻ്റെ അമ്മച്ചി 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും റോഡിൻ്റെ അപ്പുറത്ത് സ്കൂള് ഇപ്പുറത്ത് വീടാണ്. അമ്മച്ചി പറഞ്ഞു, ബെല്ലടിച്ച് വിടുന്നുടനെ ഓടിച്ചെന്നിട്ട് ചില പാൽ കുടിച്ച് വെച്ച് പിന്നെ വന്നു ഒരാൾ. അപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? 6 വയസ്സ്. 7-8 വയസ്സ് വരെയൊക്കെ അന്നത്തെ കാലത്ത് പാൽ കുടിക്കും. എത്രയുള്ളപ്പോഴാണ് മോൻ്റെയൊക്കെ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ നേർന്നു പോയേ ഒക്കത്തുള്ളൂ. അമ്മച്ചിക്ക് വിടാൻ എനിക്കിഷ്ടമില്ല, ഞാൻ അമ്മച്ചിയുടെ കൂടെ കിടക്കത്തുള്ളൂ എന്ന് പറഞ്ഞോ? ഇല്ല, മക്കളെ അതുപോലെ വളർത്തണം കേട്ടോ. ഈ പറയുന്നത് ഉപദേശമാണ് കേട്ടോ. നിങ്ങളുടെ മക്കളെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കണം, സ്വന്തമായിട്ട് ആഹാരം ഉണ്ടാക്കാൻ ആ മക്കളെ പഠിപ്പിക്കണം, ദോശ ഉണ്ടാക്കാൻ പഠിപ്പിക്കണം, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പഠിപ്പിക്കണം, പെൺമക്കളെ പഠിപ്പിക്കണം, ആ മക്കളെ പഠിപ്പിക്കണം. എൻ്റെ പപ്പായ്ക്കായിട്ട് സ്തോത്രം. റോഡിൽ കിടക്കുന്ന ചാണകം മാരി പുരയിടത്തിടാൻ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചു. തലേണ ഇല്ലാതെ കിടക്കാൻ എൻ്റെ പപ്പ എന്നെ പഠിപ്പിച്ചു. ജോലി അന്വേഷിച്ച് എവിടെയെങ്കിലും പോകാനുള്ളത് നാളെ ആർക്കറിയാം? കേരളത്തിൽ ജോലിയില്ലല്ലോ, അല്ലേ? ബോംബെയിലോ മദ്രാസിലോ എവിടെയെങ്കിലും പോകേണ്ടി വരും. അന്നേരം തലേണ ഇല്ലാതെ ആയിരിക്കും കിടക്കേണ്ടത്. അതുകൊണ്ട് വലിയൊരു ഊണുമേശ ഉണ്ടായിരുന്നു, അതിലോട്ട് കിടക്കാൻ എന്നെ പഠിപ്പിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മക്കളെയും സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പഠിപ്പിക്കണം. ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അമ്മ എത്ര ആൾ എപ്പോഴൊക്കെ കാണും അപ്പനെയും? വർഷത്തിലൊരിക്കൽ അപ്പൻ വരുമ്പോൾ, അല്ലെങ്കിൽ കൂടിപ്പോയ 3 പ്രാവശ്യം വന്നു, 2-3 ദിവസം കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പോയി. അവൻ സമ്മതിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വേലയ്ക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് ദൂരദേശത്തേക്ക് പോകുന്നവർ വില കൊടുക്കണം കേട്ടോ. വില കൊടുത്തേ ഒക്കത്തുള്ളൂ. ഹല്ലേലൂയ. എൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണം നടന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പെങ്ങളുടെ എഴുത്ത് വന്നു. ഞാൻ അവളെ ഇളയ സഹോദരി എന്നാണ് വിളിക്കുന്നത്. ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവരായിരുന്നു. ഇളയ പെങ്ങളാകുമ്പോൾ അങ്ങനെ ഉണ്ടാവും കേട്ടോ. എനിക്ക് എല്ലാവരും ഒരുപോലെ ആണെങ്കിലും അവളോട് ഇച്ചിരി കൂടുതൽ സ്നേഹം. ഇളയ സഹോദരി എൻ്റെയൊക്കെ പറഞ്ഞ് അച്ഛൻ കല്യാണത്തിന് വരത്തില്ലയോ? പോകാനൊത്തില്ല. എന്താ കാര്യം? എൻ്റെ ഈ വണ്ടിക്കൂലിയില്ലായിരുന്നു. അത്രയേ ഉള്ളൂ കാര്യം. പോകാനൊത്തില്ല. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ദൂരസ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് നിനക്കൊരു വില കൊടുക്കേണ്ടി വന്നേക്കാം. ഹല്ലേലൂയ. വർഷത്തിലൊരിക്കൽ അവൻ്റെ അപ്പന് വേറൊരു ഭാര്യയുണ്ട്. ആദ്യത്തെ ഒരു ഭാര്യയുണ്ട്, വേറൊരു സുന്ദരിയായ ഒരു ഭാര്യയുണ്ട്. അപ്പന് 2ാമത്തെ ഒരു ഭാര്യയുണ്ട്, പെനീന. ഈ അമ്മയെടുക്കൽ, ഹന്നായെടുക്കൽ കുത്തുവാക്ക് പറയുന്നവളാണ്. അതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ പോയിട്ട് ഒരു പ്രതികാരമൊക്കെ ചെയ്തിട്ട് വരാം, 2 വർത്താനൊക്കെ പറഞ്ഞ് കേട്ടാ എന്ന് പറയാം. ഇല്ല, നിനക്ക് പലതും ചെയ്യണമെന്ന് ആഗ്രഹം തോന്നും. നിൻ്റെ അമ്മയ്ക്ക് ഒരു ഷർട്ട്, ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണം ചിലപ്പോൾ ആഗ്രഹം തോന്നും, ഒത്തില്ലെന്ന് വരാം. നിങ്ങളുടെ പെങ്ങളുടെ കല്യാണത്തിൻ്റെ ഒരു സാരി വാങ്ങിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹം തോന്നിയെന്ന് വരാം, ഒത്തില്ലെന്ന് വരാം. അവരുടെ പ്രസവത്തിന് കുറച്ച് രൂപ കൊടുക്കണം. ദൈവവേലയ്ക്ക് പോകുമ്പോൾ നിനക്ക് ചില സാക്രിഫൈസ്, ചില ത്യാഗങ്ങൾ ഉണ്ടാകും. അനുഭവിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. പെങ്ങളുടെ കല്യാണത്തിന്, ബാക്കി പലതിനും. എൻ്റെ പപ്പ എൻ്റെയൊക്കെ പറഞ്ഞു, എടാ നിൻ്റെ ഇളയ പെങ്ങളുടെ കല്യാണത്തിന് 1000 രൂപ നീ തന്നില്ലല്ലോടാ. പിന്നെ ഞാൻ ഇല്ലായിരുന്നു പറഞ്ഞപ്പോൾ എൻ്റെ പപ്പ വിശ്വസിച്ചു. അപ്പോൾ വിചാരിച്ചു ഉണ്ടായിട്ട് പോയിരിക്കല്ലയോ. അപ്പോൾ ആളുകളും പറഞ്ഞു, ആഹാ ഇപ്പോൾ മോനെ 2 ആൺമക്കൾ പെന്തിക്കോസ്തിലല്ലേ, ഇപ്പോൾ പാപ്പി സാറിന് എന്തോ ഇപ്പോൾ പ്രയാസം എന്നൊക്കെ വിചാരിച്ചു. നിനക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന പലതും നിനക്ക് ചെയ്യാനൊത്തില്ല എന്ന് വരാം. ഹല്ലേലൂയ. അവൻ ദൈവാലയത്തിൽ ചെന്ന് കടന്നു. കേട്ടാട്ടെ, 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. അവൻ്റെ യോഗ്യത എന്തുകൊണ്ടാണ് അവനെ 2 പ്രാവശ്യം വിളിച്ചത്? 2:18. ഹല്ലേലൂയ.
2:18. ശമൂവേൽ എന്ന ബാലനോ പഞ്ഞിനൂൽ കൊണ്ടുള്ള അങ്കി ധരിച്ചു യഹോവയുടെ സന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ വേർപ്പുണ്ടാക്കാത്ത വസ്ത്രം, നാറ്റമുണ്ടാക്കാത്തതായിട്ടുള്ള വസ്ത്രം. എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദര സഹോദരി, നിൻ്റെ ജീവിതം കൊണ്ട്, നിൻ്റെ പെരുമാറ്റം കൊണ്ട്, നിൻ്റെ സംസാരം കൊണ്ട്, നിൻ്റെ നോട്ടം കൊണ്ട് ദൈവനാമത്തിന് അപമാനം ഉണ്ടാകരുത് കേട്ടോ. ബൈബിൾ സ്കൂൾ പഠിക്കുന്നവർ ശ്രദ്ധിക്കണം, വേദപുസ്തകം കൊണ്ട് നടക്കുന്ന വിശ്വാസികൾ ശ്രദ്ധിക്കണം. നിൻ്റെ സംസാരം കൊണ്ട്, നിൻ്റെ നോട്ടം കൊണ്ട് ദൈവനാമത്തിന് അപമാനം ഉണ്ടാകുവാൻ പാടില്ല കേട്ടോ. നാറ്റം ഉണ്ടാകുന്ന വസ്ത്രം ധരിക്കരുത് എന്ന് വെച്ചാൽ പൗഡർ ഇടണമെന്നുമല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. നിൻ്റെ പെരുമാറ്റം, നിൻ്റെ ജീവിതം നാറ്റം ഉണ്ടാക്കാത്തതായിരിക്കണം. 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. യഹോവയുടെ ശുശ്രൂഷ ഏലി പറഞ്ഞതുപോലെ ചെയ്തു. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്തു പോന്നു. ആ കാലത്ത് യഹോവയുടെ അരുളപ്പാടുകൾ ദുർലഭമായിരുന്നു, ദർശനം കുറവായിരുന്നു. ഏലിയുടെ മുമ്പാകെ, അവൻ്റെ സീനിയർ പാസ്റ്ററിൻ്റെ മുമ്പാകെ, അവൻ്റെ തിരുമേനിയുടെ മുമ്പാകെ, അവൻ്റെ വലിയ ശുശ്രൂഷക്കാരൻ്റെ മുമ്പാകെ അയാളുടെ കൽപ്പന പ്രകാരം. ഹല്ലേലൂയ. നിങ്ങൾ ആരുടെ കൂടാണോ പ്രവർത്തിക്കുന്നത് അവർക്ക് അധീനപ്പെട്ടിരിക്കണം. അവരോട് മത്സരിക്കരുത്. ഇഷ്ടപ്പെടുന്നില്ലയോ വിട്ടുവെച്ച് വേറെ ആണ്ടൊക്കെ പോയാട്ടെ. പക്ഷേ അദ്ദേഹത്തിലൂടെ പ്രവർത്തിക്കുന്നിടത്തോളം വിശ്വസ്തനായിരിക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ പ്രവർത്തിച്ച എൻ്റെ വലതുകരമായിരുന്നത് ഈപ്പച്ചനാണ്. ഞാനും ഈപ്പച്ചനും കൂടെ എയർപോർട്ടിലൊരിക്കൽ പോയി നിൽക്കുകയാണ്. ഈപ്പച്ചൻ അന്ന് പ്രായം അധികമായിട്ടില്ല. എൻ്റെ കൂടെ വന്നിട്ട് 86, എൻ്റെ കൂടെ വന്നിട്ട് 10 വർഷമായി കാണും. കല്യാണം കഴിച്ചതാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ 2-3 സഹോദരന്മാർ ആംസ്റ്റർഡാമിലെ കോൺഫറൻസിൽ പോയി. 1986 അവർ വരുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ ഇങ്ങനെ നോക്കിയൊക്കെയാണ്. അവിടെ നിൽക്കുമ്പോഴാണ് എനിക്ക് ശത്രുതയുള്ള ഒരു മനുഷ്യൻ, എനിക്ക് പിണക്കമുള്ള ഒരു മനുഷ്യൻ. ശത്രുത എന്ന് പറയുന്ന നല്ലത് അന്നത്തെ കാലത്ത്. പിന്നീട് ഞാൻ മിത്രമായി, വേദോസ്തം കുറച്ചുകൂടെ പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ. അവിടുന്ന് വരുന്നു എനിക്ക് ദോഷം ചെയ്ത ഒരു മനുഷ്യൻ, എന്നെപ്പറ്റി ദോഷമായിട്ട് എല്ലാവരോടും പറഞ്ഞ മനുഷ്യൻ, സകലർക്കും, കേരളത്തിലും അമേരിക്കയിലും ജോൺ ഓസ്റ്റിനും എല്ലാവർക്കും എഴുത്തെഴുതിയ മനുഷ്യൻ, ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റിക് എന്ന് പറയുന്നത് കള്ളന്മാരുടെ ഗുഹയാണെന്ന് എഴുതിയ മനുഷ്യൻ വരുന്നു. ഞാനിങ്ങനെ നിന്നു, എൻ്റെ ശത്രു വരുന്നു. അന്നത്തെ ശത്രുവാണ് കേട്ടോ. മരിക്കുന്നത് വരെ പിന്നെ ഞങ്ങൾ മിത്രങ്ങളായിരുന്നു വർഷങ്ങൾ കുറേ കഴിഞ്ഞപ്പോൾ. അദ്ദേഹം വന്നു, അവിടെ വന്നു കൊണ്ട് എൻ്റെ അടുക്കോട്ടിങ്ങോട്ട് വെച്ചാൽ അദ്ദേഹം കൈ നീട്ടി. ഞാൻ അദ്ദേഹത്തെ കാണാത്തതുപോലെ ഇങ്ങനെ നിന്നു, അങ്ങനെ ഒരാളില്ലെന്നുള്ളത് പോലെ. ആസ് ദോ ഹി വാസ് നോട്ട് ദെയർ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈപ്പച്ചൻ്റെ അടുക്കോട്ട് കൈ നീട്ടി. ഏപ്പച്ചനുമായിട്ട് പണക്കമില്ല. ഈപ്പച്ചൻ കൈ നീട്ടിയില്ല. എന്താ കാര്യം? അദ്ദേഹത്തിൻ്റെ ലീഡറായ, അദ്ദേഹത്തിൻ്റെ മെൻറ്ററായ, അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനായ ഞാൻ കൈ നീട്ടി. ഞാൻ പറഞ്ഞില്ല ഈപ്പച്ചൻ്റെ കൈ നീട്ടരുത്. ഈപ്പച്ചൻ കൈ നീട്ടിയിരുന്നെങ്കിൽ ഞാൻ പണങ്ങത്തില്ലായിരുന്നു. പക്ഷെ ഞാൻ കൈ നീട്ടിയില്ല. കാലങ്ങൾ കുറേ കഴിഞ്ഞ് ഞാൻ മറ്റേ ആ മനുഷ്യനുമായിട്ട് നിരപ്പായി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, അദ്ദേഹത്തിൻ്റെ കൂടെ രാത്രി താമസിച്ചു. പിന്നെ പലപ്പോഴും പോയിട്ടുണ്ട്. അദ്ദേഹം എന്നെ സ്നേഹിച്ചു. ഞാൻ നിങ്ങളൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം, നിങ്ങൾ ആരുടെ കൂടാണോ പ്രവർത്തിക്കുന്നത് അവരോട് വിശ്വസ്തരായിരിക്കണം. അവർക്ക് ദോഷം ചെയ്യരുത്, വിട്ടുപോകാൻ ദോഷം ചെയ്യരുത്, പിരിയേണ്ടിയതുപോലെ പിരിയണം. അവരുടെ ഭാര്യയ്ക്ക് ദോഷം ചെയ്യരുത്, അവരുടെ മക്കൾക്ക് ദോഷം ചെയ്യരുത്. ഇദ്ദേഹം വിശ്വസ്തനായിട്ട് ഏലിയുടെ മുമ്പാകെ വേല ചെയ്തു. 3-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. ശമൂവേൽ ദൈവത്തിൻ്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിൻ്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കിടന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എവിടെയാണ് പോയി കിടന്നത്? ദൈവത്തിൻ്റെ ശബ്ദത്തിന് ചെവി തുറന്നിരുന്നവൻ കിടന്നിട്ടുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ അടുക്കൽ, വേദപുസ്തകത്തിൻ്റെ അടുക്കൽ, ദൈവത്തിൻ്റെ വചനവുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം. തലണക്കിഴി വെക്കണമെന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മുടെ കിടക്കയിൽ വെച്ചിരിക്കുമ്പോൾ ചിരിക്കണമെന്നല്ല ഞാൻ ഈ പറഞ്ഞതാണ്. ഹല്ലേലൂയ. പെട്ടകത്തിൻ്റെ അടുക്കലായിരിക്കണം നിൻ്റെ ജീവിതം, അവൻ്റെ സാന്നിധ്യത്തിൻ്റെ അടുക്കലായിരിക്കണം നിൻ്റെ ജീവിതം കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ ചെവി തുറന്നിരുന്നു. ഹല്ലേലൂയ. വരുന്നു വലിയ പുരോഹിതൻ, അദ്ദേഹത്തിന് യഹോവയുടെ വചനം ദുർലഭമായിരുന്നു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, 1-ാമത്തെ തലമുറ നല്ലവരായിരിക്കാം, എന്നാൽ 2-ാമത്തെ തലമുറ പിഴയായിപ്പോയെന്ന് വരാം. പക്ഷേ ശമൂവേൽ പിഴയായില്ല. ഏലിയുടെ മക്കൾ പിഴയായി. പക്ഷേ ദൈവത്തോട് സ്നേഹമുള്ള ഒരു അന്യ കുടുംബത്തിലെ ഒരു വ്യക്തി, നിങ്ങൾ ദൈവത്തോട് വിശ്വസ്തരായിരിക്കണം. ചെവി തുറന്നവൻ, പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ചവൻ, ദൈവത്തിൻ്റെ വേല ശുഷ്കാന്തിയോടെ ചെയ്തവൻ, അവൻ 2 പ്രാവശ്യം വിളി കേട്ടു, ശമൂവേലേ, ശമൂവേലേ, ദൈവം എന്നെയും നിന്നെയും വിളിക്കട്ടെ. 5-ാമത്തേത് മാർത്തേ, മാർത്തേ എന്ന് വിളിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം
38 മുതൽ 42 വരെ. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ട്. മാർത്തയുടെ ഗുണം, അവനെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റി. അവരേരാ അറിയത്തില്ല, അറിയാം ഒരു പ്രവാചകനാണെന്നല്ലോ അറിയാം. പരിചയമില്ലാത്ത ഒരാളിനെ വീട്ടിലോട്ട് വിളിച്ചു കയറ്റി. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കലിരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. 2 പേരുടെ. മാർത്ത വീട്ടിലോട്ട് വിളിച്ചു. മാർത്ത അടുക്കളയിൽ ജോലി ചെയ്യുകയാണ്, വളരെ ബിസിയായിട്ട് ജോലി ചെയ്യുകയാണ്. അവിടെ സഹോദരി യേശുവിൻ്റെ അടുക്കൽ നിന്ന് വചനം കേൾക്കുകയാണ്. യേശു സംസാരിക്കുമ്പോൾ അവൻ്റെ മുൻവശത്തിരിക്കുന്നതിനകത്ത് മാർത്ത ഇല്ല. മാർത്ത അടുക്കളയിലാണ്. വളരെ ശുശ്രൂഷയിൽ കുഴഞ്ഞ് സഹായിപ്പാൻ ആരുമില്ല, സഹോദരിമാരില്ല, സഹോദരനില്ല, മറ്റാരുമില്ല. അവൾ തന്നെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നു, അവൾ തന്നെ തന്നെ കറി ഉണ്ടാക്കുന്നു. ഇറച്ചിക്കറിയാണ് ഉണ്ടാക്കണ്ടേ, അതെല്ലാം കൂടെ കറിയല്ലാക്കുന്നു. ഒത്തിരി നേരം എടുക്കും, ഒത്തിരി അധ്വാനിക്കണം. ഹല്ലേലൂയ. അന്നേരം അവൾ എന്തോ പറഞ്ഞു, കർത്താവേ ഹല്ലേലൂയ. അവൾ പറഞ്ഞു, കർത്താവേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ, മറ്റൊരാരും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഹല്ലേലൂയ. യേശു ക്രിസ്തു വിളിച്ചു, മാർത്തേ മാർത്തയെ. 40 മുതൽ മാർത്തയോ വിവിധ ജോലികൾ കുഴഞ്ഞിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം, പച്ചക്കറി ഉണ്ടാക്കണം, കൂട്ടണം, പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം, പിന്നെ വീഞ്ഞെല്ലാം എടുത്തു വെക്കണം. യേശുവിൻ്റെ അടുക്കൽ വന്ന്, കർത്താവേ എൻ്റെ സഹോദരി ശുശ്രൂഷയ്ക്ക് എന്നെ തനിച്ച് വിട്ടിരിക്കുന്നു, നിനക്ക് വിചാരമില്ല, എന്നെ സഹായിപ്പാണ്, ഒന്ന് പറയണേ, എൻ്റെ ഒന്ന് സഹായിച്ചാട്ടെ. അവിടെ ഇത് വചനമെല്ലാം കേട്ടോണ്ടിരിക്കുക, എഴുതിയെടുക്കുന്നുണ്ടായിരിക്കാം. ഇന്നത്തെ ഭാഷയെ പറഞ്ഞാട്ടെ. കർത്താവ് അവളോട് എന്തോ പറഞ്ഞു, മാർത്തേ നീ പലതിനെ ചൊല്ലി വിലപിക്കുന്നു എന്ന് പറഞ്ഞു. 2 പ്രാവശ്യം വിളിച്ചു. മറിയെ വിളിച്ചോ? ഒരിക്കൽ വിളിച്ചു കാണുമായിരിക്കാം. പക്ഷേ മാർത്തയെ അവൾ 2 പ്രാവശ്യം. ഈ മാർത്ത നമുക്ക് പിന്നെയും കാണാം. അവിടെ സഹോദരൻ മരിച്ചുപോയി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. അവൻ പറഞ്ഞു, എവിടെയാണ്? എന്നെ കൊണ്ടുവച്ച് കാണിച്ചു. അപ്പോൾ അന്നേരം മാർത്ത എന്താ പറഞ്ഞു, അയ്യോ നാറ്റം വെച്ച് തുടങ്ങി കേട്ടോ. യേശുവിന് നാറരുന്നൊരാഗ്രഹം ഉണ്ടായോ? ഞാൻ മുമ്പേ പറഞ്ഞ കാര്യം പറയുകയാണ് കേട്ടോ. യേശുവിന് മാറിയെടുക്കാൻ പാടില്ല. എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പെരുമാറ്റം കൊണ്ട്, എൻ്റെ സംസാരം കൊണ്ട്. ഹല്ലേലൂയ. യോഹന്നാൻ 11:20 യേശു വന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിർക്കാൻ ഓടിച്ചെന്നു. ദുഃഖിച്ചിരിക്കുന്നവർ, സഹോദരൻ മരിച്ചതിനകത്ത്. മറിയോ വീട്ടിലിരുന്നു. ആരാണോ? തന്നെ സ്നേഹിക്കുന്ന ഒരു സ്ത്രീ വീട്ടിലോട്ട് സ്വീകരിക്കാൻ, സന്തോഷ സമയത്ത് സ്വീകരിക്കാൻ, ദുഃഖസമയത്ത് സ്വീകരിക്കാൻ. അവിടെ 2 പ്രാവശ്യം വിളിച്ചു, മാർത്തേ. ആരാണ്? കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്നവർ. ബാക്കി ആരും അധ്വാനിച്ചില്ലെന്ന് വരാം. ആളുകൾ അങ്ങനെ പറയൂല്ലേ, എടാ വേറെ ആരും ഇത്രയും അധ്വാനിക്കുന്നില്ലല്ലോ. ഞാൻ പട്ടാളത്തിൽ നിന്ന് ടാക്ട് കൊടുക്കുന്ന സമയത്തും എന്നൊക്കെ പറയുന്നത് വേറെ ആരും ചെയ്യുന്നില്ലല്ലോ, പാസ്റ്റർ ചെയ്യുന്നില്ല. അവർ ചെയ്യുന്നുള്ളത് എനിക്ക് പ്രശ്നമല്ല. ഞാൻ ദാവീദിനെ പോലെയാണ്. ഹല്ലേലൂയ. ഒരു ഗോലിയാത്ത് വന്ന് നിലവിളിച്ചപ്പോൾ, അവിടുന്ന് അട്ടഹസിച്ചപ്പോൾ, ദൈവത്തിൻ്റെ ചീത്ത പറഞ്ഞപ്പോൾ, ദൈവത്തെ പരിഹസിച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ സഹോദരന്മാർ പോയില്ല. അനോയിൻറ്റഡ് ശൗല് പോയില്ല, പട്ടാള കമാൻഡർ പോയില്ല. അവൻ പറഞ്ഞു, ഞാൻ പോകും. ഹല്ലേലൂയ. നിൻ്റെ സഹോദരി പോയില്ല എന്ന് വരാം, നിൻ്റെ സഹോദരൻ പോയില്ല എന്ന് വരാം, നിൻ്റെ പാസ്റ്റർ പോയില്ല എന്ന് വരാം, നിൻ്റെ പട്ടക്കാരൻ പോയില്ലെന്ന് വരാം, നിൻ്റെ സൺഡേ സ്കൂൾ ടീച്ചർ പോയില്ല എന്ന് വരാം, നീ പോകണം. ഹല്ലേലൂയ. മാർത്ത പറയുന്നു, 39-ാമത്തെ വാക്യം, കർത്താവ് നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. കർത്താവിന് നാറാൻ പാടില്ല. നമുക്കൊരു ജീവിതം ഒരു ചിന്തയുണ്ടായിരിക്കണം. എൻ്റെ യേശുവിൻ്റെ മുഖത്ത് സങ്കടം വരാൻ പാടില്ല. യേശുവിൻ്റെ ഹൃദയത്തിന് വേദന ഉണ്ടാകാൻ പാടില്ല. അവന് അപമാനം ഉണ്ടാകുന്ന യാതൊന്നും സംഭവിക്കാൻ പാടില്ല. എനിക്ക് നഷ്ടം ഉണ്ടായാലും, കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു ദൈവദാസൻ വന്നു. അദ്ദേഹം പറഞ്ഞൊരു കേസ് നടക്കുക, ഞാൻ എന്തോ വേണം, നഷ്ടം ഉണ്ടാകത്തില്ലയോ? ഞാൻ പറഞ്ഞു, നഷ്ടം സഹിക്കാനാണ് എൻ്റെ വേദപുസ്തകം പറയുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എല്ലാവരും പുരടമൊക്കെ കൊണ്ടുപോകട്ടെന്നല്ല ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പക്ഷേ യഥാർത്ഥമായിട്ടുള്ളൊരു ഭക്തൻ ഒരു കോംപ്രമൈസിന് പോകുമ്പോൾ നഷ്ടം സഹിക്കാൻ തയ്യാറായിരിക്കണം. മൈ ബൈബിൾ സേസ് സോ ആൻഡ് ഐ ബിലീവ് സോ. ഞാൻ അദ്ദേഹത്തിനൊക്കെ പറഞ്ഞു, എൻ്റെ ചർച്ച് ബിൽഡിംഗ് ആളുകൾ കൊണ്ടുപോയിട്ടുണ്ട്, എൻ്റെ വണ്ടി SUV വെഹിക്കിൾ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ കോർട്ടിന് പോയിട്ടില്ല. കാരണം എൻ്റെ വേദപുസ്തകം പറയുന്നു, സഹോദരന്മാർ പിണങ്ങരുത് കേട്ടോ, കോർട്ടിൽ പോകരുതെന്നാണ് എൻ്റെ വേദപുസ്തകം പറയുന്നത്. കോർട്ടിൽ പോരുതെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് എത്ര ദൈവദാസന്മാരുടെ കേസ് നടക്കുന്നത്? വട്ടിപ്പണ കേസുമുണ്ട്. പണ്ടൊരു കാലത്ത് ആളുകൾ വട്ടിപ്പണ കേസിനെ കുറ്റം പറഞ്ഞു. ഇന്ന് കുറ്റം പറഞ്ഞവരുടെ സഭകളിൽ അതിനേക്കാൾ കൂടുതൽ കേസുകൾ നടക്കുകയാണ്. നമ്മുടെ കേസുകൾ നാം വിഡ്രാ ചെയ്യണം. എനിക്കറിയാവുന്ന ഒരു ദൈവദാസൻ്റെ അവിടെ വഴക്കുണ്ടായി, സഹോദരന്മാർ തമ്മിൽ വഴക്കുണ്ടായി. ഒരു സഹോദരനെതിരായിട്ട് മറ്റവർ 22 കേസ് ഫയൽ ചെയ്തു. എനിക്കറിയാവുന്ന, പേര് പറയാനൊക്കത്തില്ല, 22 കേസ്. 2 പേരെയും കൂടെ അവിടുത്തെ DSP വിളിച്ചൊരു സർദാർജിയാണ്, ഡിസ്ട്രിക്ട് സൂപ്രണ്ട് ഓഫ് പോലീസ്. അവിടെ വന്ന് പറഞ്ഞു, നിങ്ങളും പാസ്റ്ററാണ്. 2 പേരും മലയാളികളാണ്.
പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കൂടെ പോയിട്ട് ബൈബിൾ ഒരു 6 പ്രാവശ്യം വായിച്ചിട്ട് എൻ്റെ അടുക്ക വാ, ഞാൻ പിന്നെ മറുപടി പറയാമെന്ന് പറഞ്ഞു. എന്തായാലും മറ്റവർക്ക് കുറ്റബോധം തോന്നി കേസെല്ലാം തിരിച്ചെടുത്തു. ഞാനും ആഗ്രഹിച്ചു പോവുകയാണ്. ആരൊക്കെയാണോ സഹോദരന്മാർക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്, സഹോദരൻ പറഞ്ഞാൽ സ്വന്തം ബ്രദറല്ല, വിശ്വാസികൾക്കെതിരായിട്ട് മറ്റൊരു പാസ്റ്റർക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തിരിക്കുന്നത് തിരിച്ചെടുക്കണം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താട്ടെ, 3-4 ദൈവദാസന്മാരെ വിളിച്ചിട്ട് നിങ്ങളുടെ കേസ് പറഞ്ഞിട്ട് അവരെടുക്കുന്ന തീരുമാനത്തിന് സമ്മതിച്ചാട്ടെ. ഹല്ലേലൂയ. വിളിച്ചു. അവരെ മാർത്തയെന്ന് വിളിച്ചു. യേശുവിന് നാറരുതെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ. യേശുവിനെ വീട്ടിലേക്ക് സ്വീകരിച്ചവരെ വിളിച്ചു. അവരെ വിശ്വാസത്തിൽ, നീ വിശ്വസിച്ചത് നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അവരോട് പറഞ്ഞു, നീ വിശ്വസിച്ചത് മതി. ഹല്ലേലൂയ. നിനക്കൊരു സമയം വരും കേട്ടോ. ദൈവം നിന്നെ 2 പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ നിൻ്റെ വിശ്വസിക്കുന്നത് പോലെ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. അതെന്താണെങ്കിലും ശരി, എനിക്കറിഞ്ഞുകൂടാ, എന്താണെങ്കിലും ശരി. നിൻ്റെ ചെറിയ സഭയായിരിക്കാം, അതിനെ വലുതാക്കുവാൻ ദൈവത്തിന് കഴിയും. നിനക്കൊരു ചെറിയ വീടായിരിക്കാം, അതിനെ വലുതാക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിനക്കൊരു പഴയ സൈക്കിളായിരിക്കാം, ഒരു മോട്ടോർ സൈക്കിൾ തരാൻ ദൈവത്തിന് കഴിയും. നിൻ്റെ മോട്ടോർ സൈക്കിളിനകത്ത് പോകും നിനക്ക് പ്രയാസമായി, നിനക്കൊരു കാറ് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടുള്ളത് യാതൊന്നുമില്ല. ചിലപ്പോൾ നിനക്ക് കിട്ടിയില്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. നിൻ്റെ മക്കളുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം തരും. ഓർത്തിരുന്ന് സഹായിക്കുന്നവനായ ദൈവം, ഓർത്തിരുന്ന് അനുഗ്രഹിക്കുന്നവനായ ദൈവം, തലമുറകളുടെ ദൈവം നിൻ്റെ തലമുറകളെ അനുഗ്രഹിക്കും. 6 ശിമോനെ എന്ന് വിളിച്ചു. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 31-32. യേശുക്രിസ്തു പറഞ്ഞു, ശിമോനെ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഗോതമ്പല്ല, ഗോതമ്പ. വേദപുസ്തകത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ തന്നെ പറയണമെന്നില്ല കേട്ടോ. ഗോതമ്പല്ല, ഗോതമ്പാണ്. അവൻ കൈപ്പോടെ കരഞ്ഞു. അതുകൊണ്ട് നമ്മളും ഇനിയും കൈപ്പോടെ കരഞ്ഞെന്ന് പറയണമെന്നില്ല. അന്നത്തെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കാം. ഉണ്ട്. പക്ഷേ ഇന്നുള്ളത് കറക്റ്റായിട്ടുള്ളത് ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് അനുവാദം ചോദിച്ചു. ഞാനോ നിൻ്റെ വിശ്വാസം നഷ്ടമാകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ വീണ്ടും തിരിഞ്ഞു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചുകൊള്ളുക. അവൻ യേശുവിനോട്, കർത്താവെ, ഞാൻ നിന്നോടുകൂടെ തടവിലാകുവാനും മരിക്കുവാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനവൻ, പത്രോസേ, നീ എന്നെ അറിയുന്നില്ല എന്ന് 3 പ്രാവശ്യം. മുമ്പോട്ട് വരാനുള്ളതും എൻ്റെ കർത്താവ് പറഞ്ഞു. ശിമോനെ 2 പ്രാവശ്യം വിളിച്ചു. 2 പ്രാവശ്യം ശിമോനെ എന്ന് വിളിച്ചു. ഹല്ലേലൂയ. യേശു കണ്ടു. യേശു ക്രൂശിൽ മരിക്കും, ശിഷ്യന്മാരെല്ലാം 4 വശത്തേക്കും ചിതറിപ്പോകും. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, എന്നാൽ നീ ഒരു സമയം തിരിച്ചു വന്ന ശേഷം നിൻ്റെ സഹോദരന്മാരെ ഉറപ്പിച്ചോൾ. അവനറിയാമായിരുന്നു യവന് ഓടിപ്പോകും, എന്നെ തള്ളിപ്പറയും, പക്ഷെ ഒരു ദിവസം തിരിച്ചു വരും. ഞാൻ പറയുന്നത് കേട്ടാട്ടെ. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നിട്ടാണോ? ഈ പത്രോസിനെ പോലെ വലിയ ഹീറോയാണ് പത്രോസിനെ പോലെ ആരും ഹീറോ വേറെ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. പൗലോസാണ്. പത്രോസ് വലിയ ഹീറോയാണ്. അദ്ദേഹം യേശു കണ്ടു, ഈ മനുഷ്യനും ഒരിക്കൽ എന്നിൽ നിന്ന് പിന്മാറിപ്പോകും. ഹല്ലേലൂയ. അവൻ്റെ യോഗ്യതകൾ കണ്ടാട്ടെ വളരെ ഉണ്ട് കേട്ടോ, ഒത്തിരിയുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ചിലത് മാത്രം ഞാൻ പറയും. യേശു വിളിച്ചപ്പോൾ തന്നെ വള്ളവും വലയും വിട്ടുവെച്ച് പോയി. നിങ്ങളാണെങ്കിൽ പോവും. നിങ്ങളുടെ വാതിൽക്കൽ കൂടെ ഒരു ഉപദേശിച്ച് പോവുക. നിങ്ങളെ നോക്കിക്കൊണ്ട് പറയുക, ജോർജ് എൻ്റെ ഓടിച്ച് പോവും. ഞാൻ പോകത്തില്ല, വേറെ ആരും പോകത്തില്ല. അവൻ പോയി. അവൻ്റെ വിളിച്ചവൻ്റെ കാരിസ്മായും അതുപോലെ ആയിരുന്നു. അത് കേട്ടപ്പോഴും അവർക്ക് അവന് മനസ്സിലായി ഇത് സാധാരണ ഒരു ഉപദേശിയല്ല, ഇവനിലെന്തോ ഒരു പ്രത്യേകത ഉണ്ട്. പക്ഷെ വിളിച്ചപ്പോൾ തന്നെ അവൻ വള്ളവും വലയും എല്ലാം വിട്ടുവെച്ച് പോയെന്ന്. പിന്നൊരിക്കൽ വന്നിട്ട് അവൻ്റെ വള്ളം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വള്ളം കൊടുത്തു. ഹല്ലേലൂയ. യേശു പേര് പറയുമ്പോഴും പത്രോസിൻ്റെ പേര് പറഞ്ഞു. ഒന്നാമൻ സാവധാനത്തിൽ വളർന്നു. നിൻ്റെ വളർച്ചയ്ക്ക് സാവധാനമുണ്ട് കേട്ടോ. നിൻ്റെ വളർച്ചയ്ക്കൊരു വളർച്ചയുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പെട്ടെന്ന് നീ 1-ാം സ്ഥാനത്ത് എത്തിച്ചേരുന്നില്ല. നീ താഴെ നിന്നായിരിക്കും മേളിലോട്ടായിരിക്കാം. ചിലപ്പോൾ ഈ ഇടയ്ക്കൊന്ന് താഴോട്ട് ഇറങ്ങിപ്പോയെന്ന് വരാം. പക്ഷേ നീ ഒരു ദിവസം മേളിലെത്തുവാൻ തക്കവണ്ണം കർത്താവിനോട് ചേർന്ന് നടക്കണം. 1-ാമൻ പത്രോസ് ആയിരുന്നു. ഹല്ലേലൂയ. ആദ്യം വാസ്തവത്തിൽ യേശു വിളിച്ചത് അന്ത്രയോസിനെയാണ്, പിന്നെയാ പത്രോസ്. പക്ഷെ പത്രോസ് അവിടെ നിന്ന് ഉയർന്നു. മറ്റുള്ളവരെ കവച്ചു വെച്ചിട്ട്, അങ്ങനെ പറഞ്ഞു, മറ്റവരെ കവച്ചു വെച്ചിട്ടില്ല, മറ്റുള്ളവരെ മാറ്റി നിർത്തിയിട്ട് മുമ്പോട്ട് പോകാൻ. സംടൈം ഗോഡ് വിൽ റിമൂവ് സംബഡി ഫ്രം യുവർ ഐസൈറ്റ് ആൻഡ് ടേക്ക് യു ഫർദർ സോ ദാറ്റ് യു വിൽ കം ഫസ്റ്റ്. അതുപോലെ അവൻ്റെ നോട്ടത്തിനനുസരിച്ച് ജീവിക്കണം. നിൻ്റെ കൈകൾ വിശുദ്ധിയുള്ളതായിരിക്കണം, നിൻ്റെ കാലുകൾ വിശുദ്ധിയുള്ളതായിരിക്കണം. നീ ഒരു ഹാർഡ് വർക്കർ ആയിരിക്കണം. അവൻ പറയുന്നതെല്ലാം അനുസരിക്കുവാൻ ഒരു വെമ്പലുള്ളവനായിരിക്കണം. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയും, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടും വെച്ച് ദൈവവേലയ്ക്ക് വന്നിട്ടുള്ളവർ വളരെ ധീരന്മാരാണ്.
അവർക്ക് വലിയൊരു ഒരു 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 കുതിപ്പുണ്ട്. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അതേപോലെ ഒരു കുതിപ്പുണ്ടായിരിക്കണം. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടവരായിരിക്കത്തില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ആയിരിക്കാം, എങ്കിലും യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം പറയുവാൻ നിങ്ങൾക്കൊരു കുതിപ്പുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വെറുതെ ഇരുന്നുകൊണ്ട് പറയുന്നവരല്ല, പിന്നെ ഒരു കുതിപ്പുള്ളവരായിരിക്കണം ദൈവത്തിൻ്റെ കാര്യം പറയുമ്പോൾ. ഹല്ലേലൂയ. അവനെ വിളിച്ചു, പത്രോസിനെ വിളിച്ചു ചോദിച്ചപ്പോഴെല്ലാം കൊടുക്കുവാൻ ധൈര്യമുള്ളവൻ. മാത്രമല്ല യേശുക്രിസ്തുവിനെ പിടിക്കാൻ പറ്റുന്ന വാളെടുത്തു. നമ്മൾ വാളെടുക്കണമെന്ന് പറഞ്ഞില്ല, പക്ഷേ അവനകത്ത് എൻ്റെ യേശുവിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, എൻ്റെ യേശുവിന് ദോഷം വരാൻ പാടില്ല, അങ്ങനെയുള്ളൊരു വിചാരം നമുക്കുണ്ടായിരിക്കണം. അവനെ കർത്താവ് വിളിച്ചു, ശിമോനെ ശിമോനെ എന്ന് 2 പ്രാവശ്യം വിളിച്ചു. 7-ാമത്തേത് ശൗലേ ശൗലേ എന്ന് വിളിച്ചു. യേശു വാസ്തവത്തിൽ യേശുവും വിളിച്ച് 2 പ്രാവശ്യം ദൈവത്തെ കേട്ടോ, പിതാവേ പിതാവേ. അത് പിന്നീട് എപ്പോഴെങ്കിലും പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടുണ്ട്, അത്രയും പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ശൗലേ ശൗലേ എന്ന് വിളിച്ചു. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെ. ജാതികളും ദൈവവചനം കൈക്കൊണ്ടുവന്ന അപ്പോസ്തലന്മാരും യഹൂദിയിലുള്ള സഹോദരന്മാരും കേട്ടു. പത്രോസ് യെരൂശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദനക്കാർ അവനോട് വാദിച്ചു. നീ പരിച്ഛേദന ഏൽക്കാത്തവരുടെ അടുക്കൽ ചെന്ന് അവരോടുകൂടെ ഭക്ഷിച്ചു എന്ന് പറഞ്ഞു. പത്രോസ് കാര്യം ആദ്യം മുതൽ ക്രമമായിട്ട് അവരോട് പറഞ്ഞു. 9-ാം അധ്യായം, അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 1 മുതൽ 4 വരെ. ശൗൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ നേരെ ഭീഷണിയും കൊലവിളിയുമായി മഹാപുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. ദമസ്കസിൽ ഈ മാർഗ്ഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി യെരൂശലേമിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണം അവിടുത്തെ പള്ളികൾക്ക് മഹാപുരോഹിതനോട് അധികാരപത്രം വാങ്ങി. അവൻ പ്രയാണം ചെയ്ത് ദമസ്കസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്ന് ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി. അവൻ നിലത്ത് വീണു. ശൗലേ ശൗലേ എന്ന് എന്നെ ഉപദ്രവിക്കുന്നത് എന്തെന്ന് അവനോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. ആര് കേട്ടു? ദൈവത്തിൻ്റെ ശത്രു. ദൈവത്തിന് ശത്രുവില്ല, പക്ഷേ അവന് ദൈവം ശത്രുവാണ്. ദൈവം ആരുടെയും ശത്രുവല്ല, നിൻ്റെയും ശത്രുവല്ല കേട്ടോ. മന്ത്രവാദിയുടെ ശത്രുവല്ല, ദൈവത്തെ ചീത്ത പറയുന്നവൻ്റെ ശത്രുവല്ല. ദൈവം സകലരെയും സ്നേഹിക്കുന്നു. അവൻ കൊലയും ഭീഷണിയും. ഹല്ലേലൂയ. അവൻ്റെ വിചാരം എന്തോ, ഞാൻ വലിയ കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അവൻ ഇങ്ങനെയുള്ള ഈ മാർഗ്ഗക്കാരെ വല്ലവരും, ക്രിസ്ത്യാനികളെ എന്ന് പറഞ്ഞില്ല ശിഷ്യം, ഈ മാർഗ്ഗക്കാർ നമ്മൾ ആരായിരിക്കണം? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ മാർഗ്ഗക്കാരായിരിക്കണം, അവൻ്റെ വഴികളിൽ നടക്കുന്നവരായിരിക്കണം. നമ്മുടെ പേരതായിരിക്കണം കേട്ടോ. ഈ മാർഗ്ഗക്കാരാരെങ്കിലും, ഏത് മാർഗ്ഗക്കാർ? യേശുവിൻ്റെ മാർഗ്ഗക്കാർ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മൾ മാർഗ്ഗക്കാരായിരിക്കണം. പഴയ കാലത്ത്, ആദ്യകാലത്തെ മിഷണറിമാരൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ, അല്ലേ, അന്ത്യോക്യയിൽ നിന്നൊക്കെ വന്നപ്പോൾ മാർഗ്ഗം കളി കൊണ്ടുവന്നു. ഏത് മാർഗ്ഗം കളി? ഈ മാർഗ്ഗം കളി. ഈ മാർഗ്ഗത്തിൽ പോകുന്നവരല്ലേ. ഞാൻ മാർഗ്ഗം കളി ശരിയാണെന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ. കളിക്കുന്നവർ കളിക്കട്ടെ, നല്ലതാണ്. ദുഃഖത്തിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ പ്രാപിക്കുന്നത് നല്ലതാണ്. പക്ഷേ നമ്മൾ ഈ മാർഗ്ഗക്കാരായിരിക്കണം. ഏത് മാർഗ്ഗം? കർത്താവിൻ്റെ മാർഗ്ഗം. ആളുകളുടെ വർഗീസ് ബന്ധിക്കോസുകാരനോ അല്ല, മർത്തോമക്കാരനോ അല്ല, യാക്കോവക്കാരനോ അല്ല, പിന്നെ ഞാൻ യേശുവിൻ്റെ മാർഗ്ഗക്കാരൻ, ഞാൻ അവൻ്റെ ശിഷ്യനാണ്, ഞാൻ ഈ മാർഗ്ഗത്തിലുള്ളവനാണ്. നിങ്ങളെന്നെ ഏത് കൂട്ടത്തിൽ വേണമെങ്കിലും വിളിച്ചോ, പക്ഷേ ഞാൻ യേശുവിൻ്റെ കൂടെ നിൽക്കുന്നതാണ്, യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന മനുഷ്യനാണ്, യേശുവിൻ്റെ മാർഗ്ഗത്തിലുള്ളവരാണ്. ഹല്ലേലൂയ. അവൻ ദമസ്കസ് പട്ടണത്തിന് സമീപിച്ചപ്പോൾ, ഹല്ലേലൂയ, അവിടെ ചെന്നപ്പോഴാണ് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടത്. എന്താ ദമസ്കസിൻ്റെ പട്ടണത്തിൻ്റെ ഗുണം? അവിടെ പല സിനഗോഗുകളുണ്ടായിരുന്നു, പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന പലരും ഉണ്ടാകുമ്പോൾ അതിന് വലിയ ബലമുണ്ട്. ഒരാളുണ്ടെങ്കിലും ബലമുണ്ട്. അവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളതൊന്നും എല്ലാം പിടിച്ചു, അവരെ പിടിച്ച് കെട്ടി വലിച്ചടിച്ചു കൊണ്ടുപോവുകയാണ് മഹാപുരോഹിതൻ്റെ അടുക്കൽ നിർത്തുവാൻ. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ സിനഗോഗ് ഒന്നല്ല, പല സിനഗോഗുകളുണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടട്ടെ, പ്രാർത്ഥിക്കുന്നവരുടെ സഭയിലുണ്ടാകട്ടെ. ഹല്ലേലൂയ. അത് കത്തോലിക്കരായിരിക്കാം, യാക്കോബക്കാരായിരിക്കാം, മർത്തോമക്കാരായിരിക്കാം, പെന്തിക്കോസുകാരായിരിക്കാം, ബ്രദറുകാരായിരിക്കാം, ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ ആരെങ്കിലും ദൈവത്തെ വിളിക്കുന്നവരുടെ എണ്ണം കൂടിക്കഴിയുമ്പോൾ അവിടെ ഒരു അനുഗ്രഹത്തിൻ്റെ വെളിച്ചം ഉണ്ടാകും. കേരളത്തിലെ സ്ഥലങ്ങൾ നോക്കിയാട്ടെ, ഏതൊക്കെ സ്ഥലത്താണ് കൂടുതൽ ഉയർച്ചയുള്ളത്? എവിടെയൊക്കെയാണോ യഹോവയായ ദൈവത്തെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം കൂടുതലുള്ളത്, സഭകൾ കൂടുതലുള്ളത്, ആരാധന കൂടുതലുള്ളത്, അവിടെ ഒരു വെളിച്ചം ഉണ്ടാകുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് 360 കിലോമീറ്ററാണ് ശൗല് പോയത്. 360 കിലോമീറ്റർ. നിങ്ങൾ ആലോചിച്ചാട്ടെ, തിരുവനന്തപുരത്ത് നിന്ന് എവിടെ വരെയുണ്ട്? 360 കിലോമീറ്റർ. എനിക്കറിയില്ല, എറണാകുളം വരെ ആയിരിക്കും. അത്രയും ദൂരം പോവുകയാണ് കേട്ടോ, പോവുകയാണ്. സിറിയയിലെ പ്രധാനപ്പെട്ട പട്ടണമാണത്. തീഷ്ണതയുള്ളവരാണ്, തീഷ്ണതയുള്ളൊരു. പണ്ടൊരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, എ വൈൽഡ് ഫയർ ഈസ് ബെറ്റർ ദാൻ നോ ഫയർ. ഒട്ടും തീയില്ലാത്തതിനേക്കാൾ നല്ലതൊരു കാട്ടുതീ. സഭയിലെ കാര്യം പറഞ്ഞതാണ്. കാട്ടുതീ പിശാചിൻ്റെ തീ എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞ്, ഇച്ചിരി കൂടുതൽ കുലുങ്ങുന്നത് ഒട്ടും കുലുങ്ങാത്തതിനേക്കാൾ നല്ലതാണ്. ഇച്ചിരി കൂടുതൽ കൈ അടിക്കുന്നത് ഒട്ടും കൈ കൊട്ടാത്തതിനേക്കാൾ നല്ലതാണ്. ഇച്ചിരി കൂടുതൽ തുള്ളിച്ചാടുന്നത് ഒട്ടും അനങ്ങാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ്. ഞാൻ പറഞ്ഞത് അനങ്ങാതിരിക്കുന്നതുകൊണ്ട് ഭക്തി കുറവാണെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ. എങ്കിൽ വൈൽഡ് ഫയർ ഈസ് ബെറ്റർ ദാൻ നോ ഫയർ. വൈൽഡ് ഫയർ ഏതർത്ഥത്തിലാണ്? പരിശുദ്ധാത്മാവിൻ്റെ. ഹല്ലേലൂയ. അനുസരിക്കാൻ മനസ്സുള്ളവനെ
മറ്റാരും ചെയ്യാത്തത് ചെയ്യാൻ മനസ്സുള്ളവനെ ദൈവം കണ്ടു. അവൻ താഴെ വീണെന്നാണ് എഴുതിയിരിക്കുന്നത്. അവൻ താഴെ വീണു. ഹല്ലേലൂയ. അവനെ ദൈവം കണ്ടു. എന്നിട്ട് അവൻ നേരെ പോയത് നേർവീതിയിൽ പാർക്കാൻ ഒരുക്കമുള്ളവനെ കണ്ടു. നേർവീതി. പിന്നെ നമ്മൾ നടപ്പ് നേർവീതി ആയിരിക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ പട്ടാളത്തിലാണ് ഞാൻ ആലോചിച്ചു, തൊളിക്കോടൊരു കുഞ്ഞുമോനച്ചായനുണ്ട്. കുഞ്ഞുംപാപ്പിച്ചായൻ്റെ മോൻ കുഞ്ഞുമോനച്ചായൻ. കുറച്ച് നാളായവൾ മരിച്ചിട്ട്. എന്നേക്കാൾ 2 വയസ്സിന് മൂത്തതാണ്. ഞങ്ങൾ ഒന്നിച്ച് പന്തളം പോളിടെക്നിക്ക് പഠിച്ചു. അച്ചായൻ PDC കഴിഞ്ഞിട്ട് പോയി, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയി. എൻ്റെ പപ്പായുടെ കസിൻ്റെ മോനാണ്, 3rd കസിൻ എങ്ങാണ്ടാണ്. ഒരു ദിവസം ഞാൻ അച്ചായൻ്റെ മുറി ചെന്നപ്പം ഹോസ്റ്റലിലാണ്. അച്ചായൻ അവിടെ ഇല്ല. അച്ചായൻ്റെ പോക്കറ്റിനകത്തൂടെ ഞാൻ രൂപ കിടക്കുന്നത് കണ്ടു. ഷർട്ടിൻ്റെ പോക്കറ്റിനകത്ത് വെള്ള ഷർട്ടായിട്ട് കണ്ടു. 30 രൂപ ഉണ്ടായി. ഞാൻ അടുത്തോട്ട് പോയി മോട്ടിച്ചു. അച്ചായൻ അറിഞ്ഞില്ല. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അച്ചായനെ 30 രൂപ അയച്ചു കൊടുത്തു. അച്ചായൻ്റെ ഒക്കെ പറഞ്ഞു, ഞാനായിരുന്നു എടുത്തത്. ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഓർത്തു, ആറ്റിങ്ങിൽ എനിക്കൊരു ചേട്ടനുണ്ടായിരുന്നു, കുഞ്ഞുട്ടിച്ചായൻ. കച്ചവടക്കാരനാണ്. തേയില ചുക്കായുടെയൊക്കെ വലിയ ഹോൾസെയിൽ മാർക്കറ്റാണ്. B ലൈസൻസ് കടയാണ്. അച്ചായനോട് ചെന്ന് കഴിയുമ്പോൾ ഞാനൊരു ചെമ്മീൻ എന്ന് പറഞ്ഞ പുസ്തകം എടുത്ത് നിക്കറിൻ്റെ അകത്തോട്ട് ഒളിച്ചു വെച്ചുകൊണ്ട് കൊണ്ടുവരുന്നു. ഞാൻ അച്ചായൻ്റെ ക്ഷമ പറഞ്ഞു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഞാൻ ആരോടൊക്കെ എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ, രൂപ കൊടുക്കാനുണ്ടായിരുന്നോ, എല്ലാവരുടെയും കൊടുത്തു തീർത്തു. ആരോടൊക്കെ തെറ്റ് ചെയ്തോ അവരോടെല്ലാവരോടും ഞാൻ ക്ഷമ ചോദിച്ചു. സകലരോടും. ഞാൻ ഇന്നലെ വൈകുന്നേരം സൂമിനകത്ത് പ്രസംഗം ഇങ്ങനെ പറഞ്ഞു. ഞാനിരിക്കുന്ന മേശയുടെ അപ്പുറത്തൊരു കട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ ആ കട്ടിലെ കിടക്കുകയാണെന്ന് വിചാരിച്ചു. ഞാനിവിടെ കിടക്കുന്ന സമയത്താണ് പെട്ടെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ മരിക്കാൻ പോവാണ്. 1 മണിക്കൂറേ ഇനിയും കഷ്ടിച്ച് കാണത്തുള്ളൂ. സത്യം പറയുകയാണ്, എനിക്ക് ആരോടും ക്ഷമ ചോദിക്കാനില്ല. ആർക്കും ഞാൻ 1 രൂപ കൊടുക്കാനില്ല. ആരോടെങ്കിലും ദോഷം ചെയ്യണം, ആണായാലും പെണ്ണായാലും ബന്ധുക്കളായാലും ആരെങ്കിലും ആണെങ്കിലും എൻ്റെ കൂടെ പ്രവർത്തിച്ചവരാണെങ്കിലും ആരോടും ഞാൻ അനീതിയായിട്ട് പ്രവർത്തിച്ചിട്ടില്ല. ഉണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കാതിരുന്നിട്ടില്ല. നമ്മുടെ ജീവിതം അതുപോലെ ആയിത്തീരണം കേട്ടോ. ഹല്ലേലൂയ. താഴെ വീഴണം, നേർവീതിയിലായിരിക്കണം. വീട്ടുപേരിട്ടിരുന്നാൽ പോരാ. ദൈവത്തിൻ്റെ അനുഗ്രഹം, മെഴ്സി ഓഫ് ഗോഡ്, അനുഗ്രഹ എന്നൊക്കെ പേരിട്ടിരുന്നാൽ പോരാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം നേർവീതിയിലായിരിക്കണം. ഹല്ലേലൂയ. എൻ്റെ നാമത്തിൽ കഷ്ടം സഹിക്കാൻ ഒരുക്കമുള്ളവനെ കണ്ടു. അങ്ങനെ അവനെ പറ്റി പറഞ്ഞത് കേട്ടോ. അവൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടം സഹിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ഗുണങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പിന്നെ യേശുവും വിളിച്ചു കേട്ടോ, പിതാവേ പിതാവേ എന്ന് വിളിച്ചു. എൻ്റെ ദൈവം മൈ ഗോഡ് എന്ന് വിളിച്ചു. അത് യേശു വിളിച്ചതാണ്. മനുഷ്യരെ ദൈവം വിളിച്ചത് 2 പ്രാവശ്യം വിളിച്ച് 7 പേരാണ്. നമുക്ക് ഈ യോഗ്യതകൾ ഉണ്ടാക്കിയെടുക്കാം. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കുന്നവരായിരിക്കാം. നമ്മൾ നേർവീതിയിൽ താമസിക്കുന്നവരായിരിക്കാം. അവൻ എന്തെങ്കിലും പറഞ്ഞാൽ അനുസരിക്കാൻ മാത്രമല്ല, അവൻ്റെ കൽപ്പനകൾ ആചരിക്കാൻ ഒരു വെമ്പലുള്ളവരായിത്തീരാം. അവനെപ്പറ്റി സാക്ഷ്യം പറയുന്നവരായിത്തീരാം. നമുക്ക് ശൗലിനെ പോലെ ആയിത്തീരാം. അവന് വേണ്ടി ഒരു തീക്ഷ്ണതയുള്ളവർ, ഒരു കുതിപ്പുള്ളവരായിത്തീരുവാൻ നമുക്കിടയായിത്തീരട്ടെ. നമുക്കെല്ലാവർക്കും ഇടയായിത്തീരട്ടെ. നമ്മളെല്ലാവരും ചിന്തിച്ചാട്ടെ. നമ്മളെല്ലാവരും ആഴ്ചയിലെങ്കിലും ഒരിക്കലെങ്കിലും ഒരാളിനോട് യേശുവിനെ പറ്റി പറഞ്ഞാൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കും? ചിന്തിച്ചാട്ടെ. അച്ഛന്മാർ വിചാരിച്ചാൽ, തിരുമേനിമാർ വിചാരിച്ചാൽ, പാസ്റ്റർമാർ വിചാരിച്ചാൽ, വിശ്വാസികളെല്ലാവരും വിചാരിച്ചാൽ, എല്ലാവരും കൂടി തീരുമാനമെടുത്താട്ടെ. ഞാൻ ആഴ്ചയിൽ ഒരിക്കൽ ഒരാളിനോടെങ്കിലും യേശുവിനെ പറ്റി പറയും. ഞാൻ ഇന്നലെ തലമുടി വെട്ടിക്കാൻ പോയി. പണ്ടൊരിക്കൽ എറണാകുളത്ത് ഞാൻ തലമുടി വെട്ടിക്കാൻ പോയി. എത്ര രൂപയാണ്? അയാൾ പറഞ്ഞു, ഞാനങ്ങ് മറന്നുപോയി കേട്ടോ. അയാൾ പറഞ്ഞു 100 രൂപയോ? ഞാൻ പറഞ്ഞു 100 രൂപയോ? ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി. 80 രൂപ എൻ്റെ തലമുടി എവിടെയാണെന്ന് കണ്ടുപിടിക്കുന്നതിന് 20 രൂപ വെട്ടിയനും. അത് പണ്ട് നാട്ടിൽ വെച്ച് പറഞ്ഞാൽ. ഇന്നലെ ഞാൻ വെട്ടിക്കാൻ പോയി. 3 പുസ്തകം കൊണ്ടാണ് പോയത്. 3 പേർക്ക് കൊടുത്തു. നമ്മളെല്ലാവരും തീരുമാനിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ ശൗലിൻ്റെ ഒരു തീക്ഷ്ണത നമുക്കുണ്ടാകുവാൻ, യേശുവിനെ പറ്റി ഞാൻ പറയും എന്നൊരു തീരുമാനം ഉണ്ടായാൽ, പട്ടക്കാർ വിചാരിച്ചാൽ, പാസ്റ്റർമാർ വിചാരിച്ചാൽ. ഞാൻ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ട്, ഏതെങ്കിലും ഹിന്ദുക്കളുടെ വീട്ടിലോട്ട് പോയി സുവിശേഷം പറയണോ? ഇല്ല, ഞാൻ റോഡിൽ നിന്ന് കുറച്ച് ടാക്ട് കൊടുത്തിട്ടുള്ളതേ ഉള്ളൂ. നമുക്ക് കയറിച്ചല്ല. ആരോടെങ്കിലും പറയാൻ അവസരം ഉണ്ടാക്കി തരും എൻ്റെ ദൈവം. എനിക്കൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറയാം.
ഐശ്വര്യനെ പറ്റി പറയാം. നമുക്കൊരു തീഷ്ണത, ശൗലിനെ പോലെ ഒരു തീഷ്ണത കർത്താവ് നമ്മളെ വിളിക്കട്ടെ. ഹല്ലേലൂയ. ദൈവവേലയ്ക്ക് വേണ്ടി വിളിക്കട്ടെ, ഫുൾ ടൈമിൽ വിളിക്കട്ടെ, പാർട്ട് ടൈമിൽ വിളിക്കട്ടെ. ചരിത്രം മാറ്റി എഴുതുവാൻ, കേരളത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുവാൻ, ഇന്ത്യയുടെ ചരിത്രം മാറ്റി എഴുതുവാൻ, ലോകത്തിൻ്റെ ചരിത്രം മാറ്റി എഴുതുവാൻ കർത്താവ് നമുക്ക് ഇടയാക്കി തീർക്കട്ടെ. പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പറയാം, കർത്താവേ എന്നെയും നീ വിളിക്കണമേ, 2 പ്രാവശ്യം വിളിക്കണമേ. ഒരു നല്ല വീട്ടമ്മ ആയിരിക്കാൻ എന്നെ വിളിക്കണമേ, നല്ലൊരു വീട്ടുകാരനായിരിക്കാൻ എന്നെ വിളിക്കണമേ, നല്ലൊരു ബിസിനസ്സുകാരനായിരിക്കാൻ എന്നെ വിളിക്കണമേ, നല്ലൊരു കൃഷിക്കാരനായിരിക്കാൻ എന്നെ വിളിക്കണമേ, നല്ലൊരു ഓഫീസ് പ്രവർത്തകരായിരിക്കാൻ എന്നെ വിളിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. നിൻ്റെ ഫുൾ ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എന്നെ വിളിക്കണമേ കർത്താവേ, നിൻ്റെ പാർട്ട് ടൈം മിനിസ്ട്രിക്ക് വേണ്ടി എന്നെ വിളിക്കണമേ കർത്താവേ. എൻ്റെ ജീവിതം അപ്പാടെ മാറട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ട്. കർത്താവേ എന്നെ വിളിക്കണമേ, പ്രാർത്ഥിക്കണേ. ദൈവവേലയ്ക്ക് വിളിക്കണമെന്നല്ല, വിളിക്കുന്നെങ്കിൽ വിളിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന വേല നല്ലതുപോലെ ചെയ്യുവാൻ, കുറച്ചുകൂടെ ശക്തിയോടെ ചെയ്യുവാൻ, അത് നിൻ്റെ അറ്റൻഷനെ പിടിച്ചെടുക്കുവാൻ തക്കവണ്ണം. ഹല്ലേലൂയ. കർത്താവ് എൻ്റെ ജീവിതം വെടിപ്പുള്ളതായി തീരട്ടെ, എൻ്റെ കൈകൾ വെടിപ്പുള്ളതായി തീരട്ടെ, എൻ്റെ കണ്ണുകൾ വെടിപ്പുള്ളതായി തീരട്ടെ, എൻ്റെ കാലുകൾ വെടിപ്പുള്ളതായി തീരട്ടെ, എൻ്റെ ചിന്താമണ്ഡലം വെടിപ്പുള്ളതായി തീരട്ടെ. വളരെ പ്രയാസമാണ്, വളരെ പ്രയാസമാണ്. പക്ഷേ കർത്താവ് നീ അതാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ എന്നെ 2 പ്രാവശ്യം വിളിക്കത്തക്കവണ്ണം കർത്താവ് നീ എന്നെ സഹായിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെ വിളിക്കട്ടെ 2 പ്രാവശ്യം. വീട്ടുകാരത്തി നിന്നെ വിളിക്കട്ടെ, വീട്ടുകാരാ നിന്നെ വിളിക്കട്ടെ, വിദ്യാർത്ഥി നിന്നെ വിളിക്കട്ടെ, സൺഡേ സ്കൂൾ ടീച്ചറെ നിന്നെ വിളിക്കട്ടെ, കൃഷിക്കാരെ നിങ്ങളെ വിളിക്കട്ടെ, നേഴ്സെ നിങ്ങൾ വിളിക്കട്ടെ, ഡോക്ടറെ നിങ്ങൾ വിളിക്കട്ടെ, അക്കൗണ്ടൻറ്റ് നിങ്ങൾ വിളിക്കട്ടെ, ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് നിങ്ങൾ വിളിക്കട്ടെ. നിങ്ങൾ ഏത് പ്രവൃത്തി ചെയ്തിരുന്നാലും അതിനകത്ത് ദൈവം നിങ്ങളെ 2 പ്രാവശ്യം വിളിക്കത്തക്കോണം നിങ്ങളിൽ യോഗ്യത ഉണ്ടാക്കിയെടുക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. അടുത്ത ആഴ്ച വീണ്ടും കാണാം.